നമസ്കാരം. ഡാലിയയും ഫ്ലോറൻസും മാറ്റ് ലാനിക്കൊപ്പം ആ ബാറിനകത്തേക്ക് കടന്നു. ബാറിനകത്തേക്ക് കടക്കുമ്പോൾ അവിടെ ഒരു അരണ്ട പ്രകാശമാണ് ഉള്ളത്. ആ പ്രകാശത്തിലൂടെ അവർ ജെയിംസിനെ ഒന്ന് നോക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ചേച്ചി! ശബ്ദം കേട്ട ദിക്കിലേക്ക് ഡാലിയുടെ ശ്രദ്ധ സ്വാഭാവികമായിട്ട് തിരിഞ്ഞു. അവിടെ ജെയിംസ് ഒരു കസേരയിൽ ഇരിക്കുകയാണ്. ജെയിംസിന്റെ ഇരുഭാഗത്തുമായി ഗുണ്ടകൾ എന്ന് തോന്നുന്ന ചില ആളുകൾ നിൽപ്പുണ്ട്. ഡാലിയ ജെയിംസിനെ കണ്ടതും ഓടി അവന്റെ അടുത്തെത്തി. ഏയ് ജെയിംസ്, എന്തു പറ്റി? ചേച്ചി, അവരെന്നെ അടിച്ചു. ആ ബാറിൽ തന്നെ അല്പം ഇടത്തോട്ട് മാറി ഒരു മേശയുണ്ട്. ആ മേശയുടെ ചുറ്റും ഇരിക്കുന്ന ആളുകളെ ചൂണ്ടിയാണ് ജെയിംസ് അങ്ങനെ പറഞ്ഞത്. ഡാലിയ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു സുന്ദരിയായ യുവതി അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആ യുവതിയുടെ ഇരുപുറത്തും പുറകിലുമായി ഒരു ടീം അങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. കണ്ടാൽ തന്നെ അറിയാം അവന്മാരൊരു സംഭവമാണെന്ന്. ശരിക്കും പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടെന്ന് അർത്ഥം. അവരെ കണ്ടതും ഫ്ലോറൻസ് ദേഷ്യത്തോടു കൂടി ആ ടീമിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് ധൈര്യമുണ്ട് എന്റെ മോനെ അടിക്കാൻ? ഏയ്, ഞാൻ ആരെന്നറിയാവോ? ഫ്ലോറൻസിന്റെ ആ ചോദ്യത്തിന് കൂടുതൽ എരിവ് കയറ്റിക്കൊണ്ട് ജെയിംസും പറഞ്ഞു, നോക്കേ, ക്വിൻ ഗ്രൂപ്പിന്റെ CEO ആണ് എന്റെ ചേച്ചി. എന്റെ ചേച്ചി വിചാരിച്ചാൽ നിങ്ങൾ മുഴുവൻ തീർക്കും. വളരെ ഉറക്കെയാണ് ജെയിംസ് ആ വാചകം പറഞ്ഞത്. ജെയിംസ് ഡാലിയ നിക്കോൾസിനെ ഇങ്ങനെ അടിച്ചു പൂഴ്ത്തി അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോൾ ഡാലിക്ക് ഒരു സുഖമൊക്കെ ഉണ്ടാവും. ആ സുഖം എന്തായാലും ഡാലിക്ക് ഉണ്ടായി. പക്ഷെ അടുത്ത നിമിഷത്തിൽ റോസലിന്റെ മറുപടി കേട്ടപ്പോ അവളുടെ മുഖം ഒന്ന് മങ്ങി. റോസലിൻ ഡാലിയോട് പറഞ്ഞു, ഓ, നീയാണല്ലേ ഡാലിയ? ശരി, നീ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിന്റെ ഈ അനുജൻ ഇവിടെ ചെയ്തു കൂട്ടിയത് എന്താണെന്ന് എനിക്ക് അറിയാവോ? റോസലിൻ അങ്ങനെ ചോദിച്ചതും ഫ്ലോറൻസ് പൊട്ടിത്തെറിച്ചുകൊണ്ട് റോസലിനോട് ചോദിക്കുകയാണ്, എന്റെ മകൻ തെറ്റൊന്നും ചെയ്യത്തില്ല, നിങ്ങൾ ആരാലി തന്നെ അവനെ ചോദ്യം ചെയ്യാൻ? ഫ്ലോറൻസിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ റോസലിൻ ഡാലിയെ നോക്കി വീണ്ടും പറഞ്ഞു, മിസ് നിക്കോൾസൺ, നിങ്ങൾ ഇവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണം. നിങ്ങളുടെ ഈ അനുജൻ ഈ ബാറിനകത്ത് വന്ന് ഇവിടുത്തെ വെയിറ്റേഴ്സിനെ തല്ലി, ഇവിടുത്തെ കസ്റ്റമേഴ്സിനെ തല്ലി, ഇവിടെയുള്ള സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ചു. ആരാ ഇതൊക്കെ ചെയ്യാനുള്ള അനുവാദം അവന് കൊടുത്തത്? സിൻഡൻ ടൗണിനെ 4 തിരിച്ചിട്ടുണ്ട്. സൗത്ത് സിറ്റി, വെസ്റ്റ് സിറ്റി, നോർത്ത് സിറ്റി, ഈസ്റ്റ് സിറ്റി എന്ന്. അതിൽ വെസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ഭാഗത്താണ് ഈ കോണ്ടിനെന്റൽ ബാർ സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റ് സിറ്റിയിലെ ആ ബാറിൽ വന്ന് അവിടെയുള്ള വെയിറ്റേഴ്സിനെയും അവിടെ എത്തിയ കസ്റ്റമേഴ്സിനെയും തല്ലാനും സാധനങ്ങൾ തല്ലിപ്പൊളിക്കാനുള്ള അനുവാദം ജെയിംസിന് ആരാണ് കൊടുത്തത്? റോസലിന്റെ ആ ചോദ്യം കേട്ടതും ഡാലിയ ജെയിംസിന്റെ മുഖത്തേക്ക് നോക്കി. ഡാലിയ അവന്റെ മുഖത്തേക്ക് നോക്കുന്നതും ജെയിംസ് ഡാലിയോട് പറഞ്ഞു, ചേച്ചി, അവർ വെറുതെ പറയുന്നതാണ്. മിസ് ഡാലിയ നിക്കോൾസൺ, നിങ്ങളുടെ അനുജനെ നിങ്ങൾ ശരിക്കും നന്നായിട്ട് വളർത്തിയിട്ടില്ല. അതിൻ്റെതായ കുഴപ്പങ്ങളാണ് അവൻ ഈ പറയുന്നത് ചെയ്യുന്നത്. ഈ ബാറ് ആരുടേതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? റോസലിന്റെ ചോദ്യം കേട്ടപ്പോ ഫ്ലോറൻസ് പറഞ്ഞു, ആരുടെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ? എന്റെ മകനുണ്ടായ മാനസിക വ്യഥയ്ക്ക് നിങ്ങൾ നഷ്ടപരിഹാരം തരണം. ഫ്ലോറൻസ് വീണ്ടും അങ്ങനെ പറഞ്ഞതും ഫ്ലോറൻസിനെ ഒന്ന് നോക്കിയിട്ട് റോസലിൻ ഡാലിയോടായി പറഞ്ഞു, മിസ് നിക്കോൾസൺ, ഇത് സർ ഡ്രാക്കോയുടെ ബാറാണ്. വെസ്റ്റ് സിറ്റിയിലെ സകല അണ്ടർവേൾഡ് പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് സർ ഡ്രാക്കോയാണ്. ആ ഡ്രാക്കോയുടെ ബാറിലാണ് ജെയിംസ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. സർ ഡ്രാക്കോയെ കുറിച്ച് ഡാലിയ നിക്കോൾസ് കേട്ടിട്ടുണ്ട്. സർ ഡ്രാക്കോ എന്നറിയപ്പെടുന്ന ആ ഗുണ്ട വെസ്റ്റ് സിറ്റിയിലെ ഒട്ടുമുക്കാൽ ബിസിനസ്സുകളും കൺട്രോൾ ചെയ്യുന്ന ആളാണ്. വൻ ബിസിനസ്സുകാരുമായി ടൈപ്പുള്ള സർ ഡ്രാക്കോ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഒരു കക്ഷിയാണ്. അയാളെ പിണക്കുന്നത് ശരിയല്ല എന്ന് ആ നിമിഷം തന്നെ ഡാലിക്ക് മനസ്സിലായി. ഡാലിയ റോസലിനോട് പറഞ്ഞു, ഹലോ, ഞാനേ നഷ്ടപരിഹാരം തരാം, നിങ്ങൾ എന്റെ അനുജനെ വിടണം. ഡാലിയ നിക്കോൾസന്റെ ആ വാചകം സ്വാഭാവികമായിട്ടും റോസലിനെ ഒന്ന് തടിപ്പിച്ചു. അവർ വളരെ കൂളായിട്ടിരുന്ന സംസാരിക്കുന്നത്. ആ ബാറിൽ അവർ പറയുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് ഉറപ്പാണ്. കാരണം അത്രയേറെ ആളുകൾ സെക്യൂരിറ്റി ഗാർഡുകളായി ആ ബാറിന്റെ പല ഭാഗത്തും ഉണ്ട്. ഡാലിയ നിക്കോൾസൺ അതൊന്ന് നോക്കിയതിന് ശേഷമാണ് റോസലിനോട് അങ്ങനെ പറഞ്ഞത്. സർ ഡ്രാക്കോയുടെ ബാറിൽ കയറി അടിയുണ്ടാക്കി ജെയിംസിനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഡാലിക്ക് നന്നായിട്ട് അറിയാം. മിസ് നിക്കോൾസൺ, നിങ്ങൾ നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തുക പറയാം. ഒരു കാര്യം ചെയ്യ്, നിങ്ങളൊരു $2 മില്യൺ അവിടെ കൗണ്ടറിൽ അടച്ചിട്ട് അവനെ കൊണ്ട് വയ്ക്കും. വളരെ ചെറിയൊരു സംഖ്യ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അവൾ പറയുന്ന കേൾക്കുമ്പോൾ ആർക്ക് തോന്നുക. പക്ഷെ ചോദിച്ചിരിക്കുന്നത് $2 മില്യൺ ആണ്. $2 മില്യൺ ഈസി ആയിട്ട് എടുത്ത് മറിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾ തന്നെയാണ് ഡാലിയ നിക്കോൾസൺ. പക്ഷെ പെട്ടെന്ന് ആ തുക കേട്ടപ്പോ ഡാലിയയ്ക്കും ഒരു അമ്പരപ്പുണ്ടായി. ഫ്ലോറൻസ് ശരിക്കും ദേഷ്യത്തിൽ റോസലിനോട് സംസാരിക്കുകയാണ്. ഏയ്, നീ എന്താ ഈ പറയുന്നേ? $2 മില്യൺ 1-2 കുപ്പിയാണ് ആകെ പൊട്ടിയത്. ചിലപ്പോൾ 1-2 പേർക്ക് അടി കിട്ടി കാണും. നേരത്തെ അതൊന്നും ജെയിംസ് ചെയ്തതല്ല എന്ന് പറഞ്ഞ ഫ്ലോറൻസ് ഇപ്പോ അതൊക്കെ ജെയിംസ് ചെയ്തതാണ് എന്ന ശൈലിയിൽ സമ്മതിക്കുകയാണ്. അഥവാ അങ്ങനെ ചെയ്തെങ്കിലും അതിന് ഇത്രയും വലിയ സംഖ്യ
നഷ്ടപരിഹാരമായിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിയുക? അല്ലെങ്കിൽ തന്നെ അത്രയും സംഖ്യ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? ഇതൊക്കെയാണ് ഫ്ലോറൻസിന്റെ ലൈൻ. ഫ്ലോറൻസ് അങ്ങനെ പറഞ്ഞതും റോസ്ലിൻ ഫ്ലോറൻസിനോടായി പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് $2 മില്യൺ തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തുക ഞാൻ കൂട്ടാം. നിങ്ങളൊരു കാര്യം ചെയ്യും, കൗണ്ടറിൽ $3 മില്യൺ അടക്കി. ഫ്ലോറൻസ് തർക്കിച്ചത് കൊണ്ടാണ് $1 മില്യൺ ഒറ്റയടിക്ക് കയറ്റിയതെന്ന് അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാകും. ഫ്ലോറൻസ് പിന്നെയും ദേഷ്യപ്പെടാൻ പോയതും ഡാലിയ ഫ്ലോറൻസ് തടഞ്ഞു. അമ്മ മിണ്ടാതിരിക്കുക. ഏയ്, നിങ്ങൾ ഈ ചോദിക്കുന്ന സംഖ്യ വളരെ കൂടുതലാണ്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഈ സംഖ്യ സംഘടിപ്പിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഡാലിയ നിക്കോൾസോ പറഞ്ഞതും തൊട്ടു പുറകുന്ന ഒരു ശബ്ദം കേട്ടു. ഏയ് ഡാലിയ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തൊട്ടു പുറകുന്ന അങ്ങനെ ശബ്ദം കേട്ടതും ഡാലിയ തിരിയുമ്പോൾ അവൾ കാണുന്നത് മാറ്റ് ലാനി മുന്നോട്ട് വരുന്നതാണ്. ഡാലിയ നിക്കോൾസനും ഫ്ലോറൻസും മാറ്റ് ലാനിയും കൂടിയാണല്ലോ അങ്ങോട്ട് വന്നത്. മാറ്റ് ലാനി അവർക്കെതിരെയുള്ള ടേബിളിൽ ഇരിക്കുന്ന റോസ്ലിനെ നോക്കി റോസ്ലിനോടായി പറഞ്ഞു, മിസ് റോസ്ലിൻ, ഞാൻ മാറ്റ് ലാനി, എനിക്ക് ഇയാളെ കൊണ്ടുപോകാൻ പറ്റുമോ? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മാറ്റ് ലാനി ചോദിച്ചത്. ലാനി കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗം വന്നിട്ട് റോസ്ലിനോട് അങ്ങനെ ചോദിക്കുമ്പോൾ മറുത്തു പറയാൻ റോസ്ലിന് ഒരു മടിയുണ്ട്. ലാനി കുടുംബത്തിലെ അംഗമാണ് മാറ്റ് ലാനി എന്ന് കേട്ടതും അതുവരെ കസേരയിൽ ഇരിക്കുകയായിരുന്ന റോസ്ലിൻ എണീറ്റു. റോസ്ലിന്റെ മുഖത്തും ഭാവത്തിലുമൊക്കെ ഒരു മാറ്റം പ്രകടമാണ്. ഹലോ മിസ്റ്റർ ലാനി, അതിനെന്താ, കൊണ്ടുപോകാലോ, ഒരു പ്രശ്നവുമില്ല. ഞാൻ പിന്നെ ഇത് ഡ്രാക്കോയുടെ ബാർ ആയതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഡ്രാക്കോയുടെ ബാർ ആയാൽ എനിക്കെന്താ? മിസ്റ്റർ ഡ്രാക്കോ തന്നെ ഇവിടെ ഉണ്ടെങ്കിലും എന്റെ വാക്കിനെ ഡ്രാക്കോ ധിക്കരിക്കില്ല. ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് ഡ്രാക്കോ ഒന്നും ചെയ്യത്തുമില്ല. ലാനി കുടുംബത്തിലെ മാറ്റ് ലാനി അങ്ങനെ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഫ്ലോറൻസിനും ഡാലിയ നിക്കോൾസിനും ജെയിംസിനും ഒക്കെ ഒത്തിരി സന്തോഷമായി. ജെയിംസ് ഉടൻ തന്നെ അവനിരുന്ന കസേരയിൽ നിന്ന് എണീറ്റു. ഇപ്പൊ അവനൊരു ധൈര്യമായിരിക്കുകയാണ്. അവൻ ഉറക്കെ റോസിനോട് പറഞ്ഞു, ഹലോ, നിങ്ങളെ അങ്ങനെ ഞങ്ങൾ വിട്ടാൽ എങ്ങനെ ശരിയാകും? ഇത്രയും നേരം എന്നെ അവിടെ പിടിച്ചിരുത്തിയില്ലേ, എന്നെ അപമാനിച്ചില്ലേ, അതിന് നിങ്ങൾ നഷ്ടപരിഹാരം നൽകണം. മിസ്റ്റർ ജെയിംസ്, അതെ, ഞാൻ അതാ പറഞ്ഞത്, നഷ്ടപരിഹാരം നൽകണം. $5 മില്യൺ ഇപ്പൊ തന്നെ ഇവിടെ വയ്ക്കണം. അങ്ങനെ പറഞ്ഞത് ഫ്ലോറൻസ് ആണ്. ജെയിംസും ഫ്ലോറൻസും ഒരു ടീമാണ്. മോനും അമ്മയും ഏതാണ്ട് കട്ടയ്ക്ക് നിൽക്കും. ഫ്ലോറൻസും ജെയിംസും കൂടി പിന്നെയും വിഷയം കുളമാക്കാൻ പോവുകയാണെന്ന് കണ്ടതും ഡാലിയ ഒന്ന് ഇടപെടാൻ നോക്കി. ഡാലിയ ഫ്ലോറൻസിനോട് പറഞ്ഞു, അമ്മ വെറുതെ ഇരിക്കേ. ഏയ് ഡാലിയ, നീ ഇതിൽ ഇടപെടരുത്. ഇവൾ എന്റെ മോനെ ശരിക്കും ഉപദ്രവിച്ചിരിക്കുകയാണ്. അതിന് നഷ്ടപരിഹാരം വാങ്ങാതെ നമ്മൾ എങ്ങനെ പോവുക? ഏയ് റോസ്ലിൻ, നീ നഷ്ടപരിഹാരം നൽകാൻ മാത്രം പോരാ, നീയും ഇവിടെയുള്ള ആളുകളും ഞങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തണം. മുട്ടുകുത്തി മാപ്പപേക്ഷിക്കണം. നീ മാത്രമല്ല, നിന്റെ ആ ഡ്രാക്കോ ഉണ്ടല്ലോ, അയാൾ ഉണ്ടായിരുന്നെങ്കിൽ അയാളും ഞങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തിയനെ. ഞങ്ങളുടെ കൂടെ ഉള്ളത് ലാനി കുടുംബത്തിലെ മാറ്റ് ലാനിയാണ്. മാറ്റ് ലാനിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോ ആ ബാറിൽ ആ സമയത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ശരിക്കൊരു അതിശയത്തോടു കൂടി മാറ്റ് ലാനിയെ നോക്കുകയാണ്. ലാനി കുടുംബത്തെ കുറിച്ച് അവരൊക്കെ കേട്ടിട്ടുണ്ട്. മിൽസ്ബർഗിലെ അറിയപ്പെടുന്ന ഒരു പ്രഭു കുടുംബമാണ് ലാനി കുടുംബം. ആ കുടുംബത്തിലെ മാറ്റ് ലാനി ഇതാ ബാറിലെത്തിയിരിക്കുകയാണ്. മാറ്റ് ലാനിക്ക് ഡ്രാക്കോ ഒരു വിഷയമല്ല എന്ന് ഫ്ലോറൻസിന്റെ വാക്കുകൾ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാറ്റ് ലാനിയെ അല്പം ആദരവോടുകൂടി ബഹുമാനപൂർവ്വം അവിടെയുള്ള ഗുണ്ടകളും കസ്റ്റമേഴ്സും ഒക്കെ നോക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ഉറക്കെ ഒരു ശബ്ദം ആ ഹാളിൽ മുഴങ്ങി. നല്ല മുഴക്കത്തിൽ ആ ശബ്ദം കേൾക്കുന്നത്. ആരാ എന്നെ കൊണ്ട് മുട്ടുകുത്തിക്കെന്ന് പറഞ്ഞ് അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അങ്ങോട്ട് വരികയാണ്. ശരിക്കും പൊക്കമുള്ള, തടിച്ചിട്ട് കറുത്ത ചുരുണ്ട തലമുടിയുള്ള ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു. അയാൾ അണിഞ്ഞിരിക്കുന്ന ഷർട്ട് നല്ല ടൈറ്റാണ്. സ്വാഭാവികമായിട്ട് അയാളെ കയ്യിലെ ഞരമ്പുകളും മസിലും ഒക്കെ അങ്ങനെ ആ ഷർട്ടിൽ കൂടി തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. അയാളൊരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. അയാളെ കണ്ടതും റോസ്ലിൻ ഓടി അയാൾ അടുത്തേക്ക് ചെന്നു. റോസ്ലിനെ കണ്ടതും റോസ്ലിന്റെ ഇടുപ്പിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് അയാൾ റോസ്ലിനോട് ചോദിച്ചു, ഹേയ് റോസ്ലിൻ, എന്തു പറ്റി? സർ ഡ്രാക്കോ ഇവിടെ ഇവര് പ്രശ്നം ഉണ്ടാക്കുകയാണ്. സർ ഡ്രാക്കോയാണ് അങ്ങോട്ട് വന്നതെന്ന് അപ്പോഴാണ് ജെയിംസിനും കൂടെ ഉള്ളവർക്ക് മനസ്സിലാകുന്നത്. ഈ സമയത്ത് ആ ബാറിനുള്ളിലെ അന്തരീക്ഷം ഏതാണ്ട് മാറി തുടങ്ങിയാണ്. സർ ഡ്രാക്കോയാണ് അങ്ങോട്ട് വന്നതെന്ന് കണ്ടതും മാറ്റ് ലാനി ഡ്രാക്കോട് നേരെ തിരിഞ്ഞു. ഹലോ, ഞാൻ മാറ്റ് ലാനി. മിസ്റ്റർ ഡ്രാക്കോ, ഇവിടെ നിങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ സുഹൃത്തിനെ ആവശ്യമില്ലാതെ തടവിലാക്കി, അതാണ് വിഷയം. മാറ്റ് ലാനി അങ്ങനെ പറഞ്ഞതും സർ ഡ്രാക്കോ ലാനിയോട് ചോദിച്ചു, അല്ല നിങ്ങളാണോ പറഞ്ഞത് ഇവിടെ റോസ്ലിനും ഞാനും ബാക്കിയുള്ളവരൊക്കെ മുട്ടുകുത്തി മാപ്പപേക്ഷിക്കണമെന്ന്? മിസ്റ്റർ ഡ്രാക്കോ, ഞാൻ ലാനി കുടുംബത്തിൽ നിന്നാണ്. ഞാൻ മാറ്റ് ലാനി. മാറ്റ് ലാനി ആ വാക്ക് പൂർത്തീകരിക്കും മുമ്പ് അയാളുടെ കവിളിൽ ഒരു അടി വീണു. സർ ഡ്രാക്കോ കൈ നിവർത്തി ഒരു അടി. അടിയേറ്റ് മാറ്റ് ലാനി ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറി. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മാറ്റ് ലാനിയെ സർ ഡ്രാക്കോ തല്ലുന്നത്. ഇതുവരെ ആ ഹാളിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ശരിക്കും ബഹുമാനത്തോടു കൂടിയാണ് മാറ്റ് ലാനിയെ കണ്ടത്.
മാറ്റ് ലാനിക്ക് എളുപ്പം സർ ഡ്രാക്കോയെ മുട്ടുകുത്തിക്കാൻ കഴിയുമെന്നൊരു ഫീല് പോലും പലർക്കും ഉണ്ടായിരുന്നു. ആ ധാരണ അവരുടെ മനസ്സിൽ നിലനിൽക്കുമ്പോഴാണ് ഡ്രാക്കോ ലാനിയെ അടിക്കുന്നത്. അപ്രതീക്ഷിതമായി തല്ല് കിട്ടിയതും ലാനി ഒന്ന് അമ്പരന്നു. പക്ഷെ ആ അമ്പരപ്പ് ഒരു നിമിഷം ഉണ്ടായിരുന്നുള്ളൂ. അത് പെട്ടെന്ന് തന്നെ ഡ്രാക്കോട് പൊട്ടിത്തെറിക്കുകയാണ്. മിസ്റ്റർ ഡ്രാക്കോ, നിങ്ങൾ എന്താ ചെയ്തതെന്ന് അറിയാവോ? ഞാൻ ആരെന്നറിയാവോ? ഞാൻ ലാനി കുടുംബത്തിലെയാണ്. മാറ്റ് ലാനി അങ്ങനെ പറഞ്ഞതും ഡ്രാക്കോ പിന്നെയും മുന്നോട്ട് വന്നു. ഡ്രാക്കോ ലാനിയുടെ കോളറെ പിടിച്ചുയർത്തിയിട്ട് ഒരൊറ്റയാടി. ഇപ്പോ മാറ്റ് ലാനിക്ക് കഥ മനസ്സിലായി. താൻ പറയുന്ന ലാനി കുടുംബത്തിന്റെ വലിപ്പം അവിടെ ഓടില്ല. മാറ്റ് ലാനിക്ക് മാത്രമല്ല, മാറ്റ് ലാനിയുടെ സുഹൃത്തുക്കളായ ഡാലി നിക്കോൾസനും ജെയിംസ് നിക്കോൾസനും ഫ്ലോറൻസിനും ഒക്കെ കഥ മനസ്സിലായിട്ടുണ്ട്. മാറ്റ് ലാനിയുടെ വലിപ്പമൊന്നും അവിടെ ചെലവാകില്ല. അവസ്ഥ മനസ്സിലാക്കിയ ഡാലി നിക്കോൾസൺ ഡ്രാക്കോ നോക്കി പറഞ്ഞു, സർ ഡ്രാക്കോ, സോറി, ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. നിങ്ങൾക്ക് അബദ്ധം പറ്റിയതെന്നു നിങ്ങളെന്താ കുട്ടികളെ പോലെ സംസാരിക്കുന്നത്? ഈ ബാറിൽ വന്ന് ഇവിടെയുള്ള ജീവനക്കാരെയും കസ്റ്റമേഴ്സിനെയും തല്ലിയിട്ട് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിച്ചിട്ട് അബദ്ധം പറ്റിയെന്ന് പറയുകയോ? ശരി, ഞാൻ ഒരു അബദ്ധം കാണിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് സർ ഡ്രാക്കോ അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നോക്കി. അവരോടായി ഡ്രാക്കോ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അവരടുത്ത് ഒരു അബദ്ധം കാണിക്കും. സിഗ്നൽ മനസ്സിലാക്കിയതും 2-3 ഗുണ്ടകൾ ഡാലിയൻ നിക്കോൾസിന്റെ നേരെ നടന്നു തുടങ്ങി. ഡാലിയൻ നിക്കോൾസിന്റെ പുറത്ത് കൈവയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഗുണ്ടകൾ ഡാലിയുടെ നേരെ നടക്കുന്ന കണ്ടതും സർ ഡ്രാക്കോ പറഞ്ഞു, നീ സുന്ദരിയാണല്ലോ, നിന്റെ സൗന്ദര്യം ഇവിടെയുള്ള എല്ലാവരും ഒന്ന് കാണട്ടെ. ഡാലിയൻ നിക്കോൾസിന്റെ ഡ്രസ്സ് വലിച്ചഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് ആ ഗുണ്ടകൾ നീങ്ങുന്നതെന്ന് അപ്പോഴാണ് ഫ്ലോറൻസിനും ജെയിംസിനും ഒക്കെ മനസ്സിലായത്. താൻ കാരണം തന്റെ ചേച്ചി എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ജെയിംസിന്റെ മനസ്സിലേക്ക് ചിന്ത വരുന്നത് ആ നിമിഷത്തിലാണ്. ജെയിംസ് പെട്ടെന്ന് ഡ്രാക്കോയോട് പറഞ്ഞു, സർ ക്ഷമിക്കണം. സംഭവം ഈ സ്റ്റേജിൽ എത്തിയപ്പോ മാറ്റ് ലാനി പതുക്കെ പുറകോട്ട് നീങ്ങി. അയാൾക്ക് അവിടെ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് വ്യക്തമാണ്. ഇനി അവിടെ നിന്നാൽ തടി കേടാകുമെന്ന് മാറ്റ് ലാനിക്ക് അറിയാം. മാറ്റ് ലാനി 2-3 സ്റ്റെപ്പ് പുറകോട്ട് വെക്കുമ്പോൾ ഗുണ്ടകൾ അത്രയും സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. ഡാലിയ നിക്കോൾസൺ ജെയിംസിന്റെ അടുത്ത് നിൽക്കുകയാണ്. ഡാലിയുടെ അടുത്തേക്ക് എത്തിയ ഗുണ്ട കൈ ഉയർത്തി ഡാലിയുടെ പുറത്ത് പിടിക്കാൻ ശ്രമിച്ചതും പെട്ടെന്നാണ് ഒരു ശബ്ദത്തോടെ കേട്ടത്. ആ ശബ്ദം കേട്ട നിമിഷത്തിൽ തന്നെ ഡാലിയെ പിടിക്കാൻ പോയ ആള് താഴേക്ക് വീണു. ഒരു ബിയർ ബോട്ടിൽ അയാളുടെ തലയിൽ കൃത്യമായി കൊണ്ടിരിക്കുകയാണ്. കൃത്യം നെറ്റില ആ ബിയർ ബോട്ടിൽ കൊണ്ടത്. ആ ബിയർ ബോട്ടിലിന്റെ ശക്തിയും വേഗതയും കൃത്യതയും ആ ആളെ നിന്ന നിൽപ്പിൽ പുറകോട്ട് വീഴ്ത്തിപ്പിക്കുകയാണ്. ബിയർ ബോട്ടിൽ പൊട്ടിച്ചിതറിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചെന്ന് അറിയാതെ ആളുകൾ ചുറ്റും നോക്കുമ്പോൾ ബിയർ ബോട്ടിലുകൾ പിന്നെയും പറന്നു വരികയാണ്. ഒരു ബിയർ ബോട്ടിലിന് പോലും ലക്ഷ്യം തെറ്റുന്നില്ല. ആ ബിയർ ബോട്ടിൽ കൊള്ളുന്നതും ഗുണ്ടകൾ താഴേക്ക് വീഴുകയാണ്. അവിശ്വസനീയമായ കൃത്യതയോടുകൂടി ആരോ ബിയർ ബോട്ടിൽ ആ ഗുണ്ടകൾക്ക് നേരെ എറിയുകയാണ്. 7 ഗുണ്ടകൾ എറിയേറ്റ് താഴെ വീണതും സർ ഡ്രാക്കോ ഉറക്ക പറഞ്ഞു, ഏയ് ആരാ നീ? ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വേണം. സർ ഡ്രാക്കോയുടെ ഉറക്കമുള്ള ആ അലറലിന് ഫലമുണ്ടായി. 2 കൈയിലും ബിയർ ബോട്ടിലുമായി ഒരാള് ആ കൗണ്ടറിന്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വന്നു. 2 കൈയിലും ബിയർ ബോട്ടിലുമായി മുന്നോട്ട് വരുന്ന ആ ചെറുപ്പക്കാരനെ കണ്ട ഡാലിയ നിക്കോൾസൺ വാ പൊളിച്ചു പോവുകയാണ്. അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ കാണുന്ന ആ കാഴ്ച. മുന്നോട്ട് വരുന്നത് സാക്ഷാൽ ഡസ്റ്റിൻ റിയാസ് ആണ്. ഡസ്റ്റിൻ ആ ബിയർ കുപ്പികളുമായി കൂളായിട്ട് നടന്നു വരികയാണ്. അത് കണ്ടതും ഡാലിയ ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഡസ്റ്റിൻ, എന്താ ഇത്? ഡസ്റ്റിന് ആവശ്യമില്ലാതെ ആ പ്രശ്നത്തിൽ കയറി ഇടപെടുകയാണെന്ന് ഒരു തോന്നൽ ഡാലിക്കുണ്ട്. ഡാലിക്ക് വേണ്ടി ഡസ്റ്റിൻ ഇടപെടുകയാണെന്ന് ഡാലിക്ക് അറിയാം. അത് ഡസ്റ്റിനെ കുഴപ്പത്തിലാക്കുമെന്ന് പൂർണ്ണ വിശ്വാസം ഡാലിക്കുണ്ട്. അതുകൊണ്ടാണ് ഡാലി അങ്ങനെ ചോദിച്ചത്. അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ഡസ്റ്റിനെ കണ്ടതും സർ ഡ്രാക്കോ ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ആരാ നീ? സർ ഡ്രാക്കോയുടെ ചോദ്യം കേട്ടതും ഡസ്റ്റിൻ പറഞ്ഞു, ഞാൻ ആരാന്ന് അറിയാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. ഏയ് എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ ആരെന്ന് അറിയാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. പിന്നെ ഞാൻ ഇവരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പോവുകയാണ്. കൊള്ളാലോ, എന്റെ ടെറിട്ടറിയിൽ വന്നിട്ട് എന്റെ അനുവാദമില്ലാതെ ആളുകളെ കൊണ്ടുപോവുകയോ? നടന്നത് തന്നെ. ഏയ് ചെറുപ്പക്കാരാ, നീ ഒളിച്ചിരുന്ന 5-6 പേരെ ഈ ബിയർ ബോട്ടിൽ ഉപയോഗിച്ച് എറിഞ്ഞിട്ടെന്ന് വെച്ച് നീ ഒരു സംഭവമാണെന്നൊന്നും കരുതണ്ട. നിനക്കറിയാമോ ഞാൻ ആരാണെന്ന്? അതിന് ഉടൻ തന്നെ ഡസ്റ്റിന് മറുപടി വന്നു, എനിക്കറിയാം, നിങ്ങള് മിസ്റ്റർ ഡ്രാക്കോ അല്ലേ? ആ, നിനക്കറിയാമല്ലോ, ഞാനാണ് സർ ഡ്രാക്കോ. പിന്നെ നിന്റെ ഈ ഷോ ഇവിടെ എന്റെ ഈ തട്ടകത്തിൽ വേണ്ട. നീ ഇപ്പോ എന്റെ മുന്നിൽ മുട്ടുകുത്തണം. മുട്ടുകുത്തി നീ ക്ഷമ പറഞ്ഞാൽ നിന്റെ ജീവൻ ബാക്കി വെക്കാം.
സർ ഡ്രാക്കോ വളരെ ആധികാരികമായിട്ടാണ് ആ കാര്യം പറഞ്ഞത്. സർ ഡ്രാക്കോ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ അയാളോട് പറഞ്ഞു, ഏയ് അതൊക്കെ ബുദ്ധിമുട്ടാവും മിസ്റ്റർ ഡ്രാക്കോ, ഞാൻ 3 വരെ എണ്ണം, അതിനിടയിൽ ഈ നിൽക്കുന്ന ആളുകൾ നീ വിട്ടില്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഡസ്റ്റിൻ റിയാസിന്റെ ആ വാചകം സ്വാഭാവികമായിട്ടും ഒരു അമ്പരപ്പ് ഡാലിയ നിക്കോൾസനും ജെയിംസിനും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഫ്ലോറൻസും മാറ്റ് ലാനിയും ഒക്കെ വലത് അമ്പരം നിൽക്കുകയാണ്. മാറ്റ് ലാനിയുടെ മുഖത്ത് ലേശ സന്തോഷമുണ്ട്. ഡ്രാക്കോയുമായിട്ട് ഈ ഡസ്റ്റിൻ ഒന്ന് ഉരസി കിട്ടിയാൽ സംഭവം രസമായിരിക്കും. ഡ്രാക്കോ ഡസ്റ്റിനെ തീർത്തുള്ളൂ. ഈ പ്രശ്നം ഒന്ന് വലുതാക്കി കിട്ടാൻ എന്താണ് മാർഗമെന്ന് മാറ്റ് ലാനി ആലോചിക്കുമ്പോഴാണ് ഡസ്റ്റിൻ 3 വരെ എണ്ണു എന്നൊക്കെ പറഞ്ഞത്. ആ വാചകം മനസ്സിൽ വന്നതും മാറ്റ് ലാനിയുടെ ഉള്ളിൽ ശരിക്കും സന്തോഷമാണ്. ആ സന്തോഷം പുറത്ത് കാണിക്കാതെ മാറ്റ് ലാനി ശരിക്കും അമ്പരം നിൽക്കും പോലെ അങ്ങനെ അഭിനയിച്ച് നിൽക്കുകയാണ്. നീ 3 വരെ എണ്ണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രാക്കോ മുന്നോട്ട് കുതിച്ചതും ഡസ്റ്റിൻ കയ്യിലിരുന്ന ബിയർ കുപ്പി ഓങ്ങി ഒരൊറ്റ അടിയടിച്ചതും അടുത്ത നിമിഷത്തിലാണ്. 1, 2, 3 നിന്ന് എണ്ണാനെന്നുള്ള സമയമൊന്നും ഡസ്റ്റിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡസ്റ്റിനെ കൊണ്ട് എണ്ണിക്കാനുള്ള താല്പര്യവും ഡ്രാക്കോയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഡ്രാക്കോ ഡസ്റ്റിന് അടുത്തേക്ക് എത്തിയതും ഡസ്റ്റിന്റെ ബിയർ കുപ്പി കൊണ്ടുള്ള അടിയേറ്റ് അയാളൊന്ന് കറങ്ങി. തികച്ചും അപ്രതീക്ഷിതമായിട്ട് സർ ഡ്രാക്കോയുടെ തലയിൽ ആ ഫുൾ ബിയർ ഇരുന്ന കുപ്പിയെടുത്ത് ഡസ്റ്റിനെ അടിക്കുമെന്ന് അവിടെ ഉണ്ടായിരുന്ന ആരും കരുതിയതല്ല. അടിയേറ്റ് ഡ്രാക്കോ ഒന്ന് കറങ്ങിയെങ്കിലും അയാൾ താഴെ വീണില്ല. അയാളുടെ തലയിൽ കൂടി ബിയർ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. അയാൾക്ക് വിശ്വസിക്കാനാവാത്ത ഒരു രംഗത്തിന് അയാൾ കൂടി പങ്കാളിയായിരിക്കുകയാണ്. അയാളുടെ ബാറിൽ വെച്ച് അയാളുടെ തലയിൽ ആരെങ്കിലും ബിയർ ബോട്ടിൽ കൊണ്ട് അടിക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. അമ്പരന്ന് പോയ സർ ഡ്രാക്കോ ഡസ്റ്റിനോടായി പറഞ്ഞു, ഏയ് ഇത് ആരെ ബാറാണെന്ന് അറിയാവോ? ആരാണ് എന്റെ ബാക്കപ്പ് എന്നറിയാവോ? ആരാ നിന്റെ ബാക്കപ്പ്? എന്നെ ബാക്ക് ചെയ്യുന്നത് സർ ആൻഡേഴ്സൺ ആണ്. അത് ശരി, സർ ആൻഡേഴ്സൺ അയാൾ വലിയ സംഭവമാണോ? ഏയ് സർ ആൻഡേഴ്സൺ നിനക്ക് അറിയില്ല. സർ ഡ്രാക്കോ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ പെട്ടെന്നൊരു കത്തി വലിച്ചൂരി ഡ്രാക്കോയുടെ കഴുത്തിലേക്ക് കൊണ്ടുവന്നു. കഴുത്തിലേക്ക് ചേർത്ത് പിടിച്ചു. നോക്ക്, നിന്റെ ഈ ആൻഡേഴ്സൺ ആരായാലും എനിക്കെന്താ? ഞാൻ ഈ കത്തി ഒന്ന് താഴ്ത്തിയുണ്ടല്ലോ, നീ ഇവിടെ തീരും. ഇനി നീ ഒരു അക്ഷരം വേണ്ടിയാൽ ഈ കത്തി ഞാനങ്ങ് താക്കും. ഡസ്റ്റിൻ റിയാസ് പറയുന്ന കാര്യം ചെയ്യുമെന്ന് 100% ഉറപ്പാണ്. ആ തോന്നലുണ്ടായതും ഡാലിയ ഉറക്കെ വിളിക്കുകയാണ്, ഡസ്റ്റിൻ പ്ലീസ് പ്ലീസ്. സർ ഡ്രാക്കോയെ പോലുള്ള ഒരാളെ ഡസ്റ്റിൻ റിയാസ് കൊന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് ഡാലിയ നിക്കോൾസൺ നന്നായിട്ട് അറിയാം. വെസ്റ്റ് സിറ്റിയിലെ സകല അണ്ടർവേൾഡ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സർ ഡ്രാക്കോ ഒരു ചെറിയ കക്ഷിയല്ല. അയാൾക്ക് ഒരുപാട് ബാക്കേഴ്സ് ഉണ്ട്. അക്കാര്യം ഡാലിയ നിക്കോൾസന് നന്നായിട്ട് അറിയാം. ഡാലിയ നിക്കോൾസൺ ക്വിനൻ ഗ്രൂപ്പിന്റെ CEO ആണ്. സ്വിൻഡൻ സിറ്റിയുടെ ഏത് ഭാഗത്ത് ആരൊക്കെയാണ് സ്ട്രോങ് എന്ന് ഡാലിക്ക് നന്നായിട്ട് അറിയാം. സർ ഡ്രാക്കോയെ ഡസ്റ്റിൻ എന്തെങ്കിലും ചെയ്താൽ അത് ബാധിക്കാൻ പോകുന്നത് ഡസ്റ്റിനെ മാത്രമല്ലെന്നും അവർക്കറിയാം. ഡാലിയ നിക്കോൾസിനെയും അവളുടെ ക്വിനൻ ഗ്രൂപ്പിനെയും അവളുടെ ഒപ്പമുള്ള എല്ലാവരെയും അത് ബാധിക്കും. ഡാലിക്ക് മാത്രമല്ല ആ തോന്നൽ ഉണ്ടായത്. ആ തോന്നൽ ഫ്ലോറൻസിനും ജെയിംസിനും ഒക്കെ ഉണ്ട്. ഫ്ലോറൻസും ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ അബദ്ധമൊന്നും കാണിക്കരുത്. ഫ്ലോറൻസ് അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. എന്താ അവിടെ? ശബ്ദം കേട്ട ദിക്കിലേക്ക് എല്ലാവരും നോക്കുമ്പോൾ ഏകദേശം ഒരു 45 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ അകത്തേക്ക് വരികയാണ്. ഒരു കോട്ടൊക്കെ ധരിച്ച മനുഷ്യനാണ്. പക്ഷെ ആ കോട്ട് നല്ല ടൈറ്റ് കോട്ടാണ്. അയാളുടെ മസിലുകൾ വളരെ വ്യക്തമായി തെളിഞ്ഞു കാണാം. അയാൾ അകത്തേക്ക് വരുന്ന കണ്ടതും റോസ്ലിനും സർ ഡ്രാക്കോയും ഉറക്കെ പറഞ്ഞു, സർ ആൻഡേഴ്സൺ എത്തി, സർ ആൻഡേഴ്സൺ എത്തി. ഡ്രാക്കോ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിനും ആ ഭാഗത്തേക്ക് നോക്കി. കടന്നു വരുന്ന ആളെ കണ്ടതും ഡസ്റ്റിന്റെ കയ്യിലിരുന്ന കത്തി താഴേക്ക് വീണു. സർ ആൻഡേഴ്സനെ കണ്ടതും ഭയന്നുപോയ ഡസ്റ്റിന്റെ കയ്യിൽ നിന്ന് കത്തി താഴേക്ക് വീണതാണ്. സർ ഡ്രാക്കോയ്ക്ക് ആ കാര്യം 100% ഉറപ്പായി. ഡ്രാക്കോ ഡസ്റ്റിന് അല്പം മാറി നിന്ന് ഉറക്കെ പറഞ്ഞു, ഇടാ എന്റെ ബാക്കേഴ്സിനെ കണ്ടല്ലേ? കണ്ടപ്പോ നിനക്ക് ഭയമൊന്നും അല്ലേ? അങ്ങനെ ഡ്രാക്കോ പറഞ്ഞപ്പോ അകത്തേക്ക് നടന്നു വന്ന സർ ആൻഡേഴ്സനെ തന്നെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുകയാണ് ഡസ്റ്റിൻ റിയാസ്. ഡസ്റ്റിനെ കണ്ട് ആ കക്ഷിയും അത്ഭുതത്തോടെ ഡസ്റ്റിനെ തന്നെ നോക്കുകയാണ്. ഹേയ് ഡസ്റ്റിൻ, എന്താ ഇവിടെ? അങ്കിൾ ഡുവൻ, അങ്കിൾ എന്താ ഇവിടെ? രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് പെട്ടെന്നുണ്ടായ ആ ഔപചാരികമല്ലാത്ത ആ സംഭാഷണം പെട്ടെന്ന് സർ ഡ്രാക്കോയും റോസ്ലിനെയും ഡാലിയ നിക്കോൾസിനെയും എന്നിവരുടെ സകലരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. അവരാരും പ്രതീക്ഷിക്കാത്ത ഒരു രംഗമാണ് ഉണ്ടായിരിക്കുന്നത്. അമ്പരന്ന് പോയ ഡ്രാക്കോ ഓടി സർ ആൻഡേഴ്സൺ അടുത്തെത്തി. സർ ആൻഡേഴ്സൺ, അയാൾ ഏയ് ഡ്രാക്കോ, അത് നടാഷയുടെ സുഹൃത്താണ്. നടാഷയുടെ സുഹൃത്താണ് ഡസ്റ്റിൻ എന്ന് കേട്ടപ്പോ പെട്ടെന്ന് സർ ഡ്രാക്കോയുടെ മുഖവും മാറി. സർ ഡ്രാക്കോ ദേഷ്യഭാവമായിട്ട് ശാന്തമായി ഡസ്റ്റിൻ അടുത്തേക്ക് വന്നു ഡസ്റ്റിനോട് പറഞ്ഞു, സോറി, ക്ഷമിക്കണം. സർ ഡ്രാക്കോ അങ്ങനെ പറഞ്ഞതും സർ ആൻഡേഴ്സൺ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ വാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആൻഡേഴ്സൺ 2ാമത്തെ നിലയിലേക്ക് നടന്നു. ഡസ്റ്റിൻ തൊട്ടു പുറകെ, അവരുടെ പുറകെയായി സർ ഡ്രാക്കോയും. ആ ടീം ആ 2ാമത്തെ നിലയിലേക്ക് നടന്നു കയറി പോകുന്നത് വല്ലാത്തൊരു കൗതുകത്തോടെ
അമ്പരപ്പോടെയും ഡാലിയ നിക്കോൾസണും ഫ്ലോറൻസും മാറ്റ് ലാനിയും ജെയിംസും ഒക്കെ കാണുകയാണ്. അവർക്ക് ആർക്കും കണ്ട കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാറ്റ് ലാനി ആണെങ്കിൽ വല്ലാത്ത അസ്വസ്ഥനാണ്. സർ ആൻഡേഴ്സണുമായി ഡസ്റ്റിന് ഈ ശൈലിയിൽ ഒരു ബന്ധമുണ്ടാവുമെന്ന് അയാൾ എങ്ങനെ കരുതുക? സർ ആൻഡേഴ്സൺ ഡ്രാക്കോട് പറഞ്ഞ ഒരു വാചകം ഡാലി നിക്കോൾസൺ കേട്ടിരുന്നു. ഡസ്റ്റിൻ നടാഷയുടെ സുഹൃത്താണെന്നാണ് സർ ഡ്രാക്കോയോട് ആൻഡേഴ്സൺ പറഞ്ഞത്. നടാഷ ഹാർമനെ പരിചയമുള്ള ആളാണ് ആൻഡേഴ്സൺ. ആൻഡേഴ്സൺ നടാഷയോടുള്ള ബഹുമാനം കൊണ്ട് ഡസ്റ്റിനോട് സ്നേഹപൂർവ്വം പെരുമാറിയതാണ്. ഡാലിക്ക് കഥ മനസ്സിലായി. ഡാലിയ നിക്കോൾസണും ജെയിംസും ഫ്ലോറൻസും മാറ്റ് ലാനിയും കൂടി പുറത്തിറങ്ങുമ്പോൾ ഡാലിയുടെ സെക്രട്ടറി ലൈറ ക്വിനിൻ ഗ്രൂപ്പിൽ നിന്ന് കുറെ ആളുകളുമായി എത്തിയിരിക്കുകയാണ്. ക്വിനിൻ ഗ്രൂപ്പിന്റെ സെക്യൂരിറ്റി വിഭാഗത്തിൽ നിന്ന് കുറെ മെഡിക്കലിയും കൊണ്ടാണ് ലൈറ എത്തിയത്. ലൈറ താമസിച്ചു പോയോ എന്ന് പേടിച്ചാണ് ഓടിയെത്തിയത്. ലൈറ ഓടിയെത്തിയപ്പോൾ ഡാലിയ നിക്കോൾസൺ പുറത്തേക്ക് വരുത്താൻ കണ്ടത്. അത് കണ്ടപ്പോഴാണ് ലൈറയ്ക്ക് ഒരു ആശ്വാസമായത്. അവർ സംസാരിക്കുമ്പോൾ മുകളിലത്തെ നിലയിൽ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരിക്കുകയാണ് ഡസ്റ്റിൻ റിയാസിനും സർ ആൻഡേഴ്സൺ എന്ന ഡ്യൂവാൻ വെൽഷും. ഡ്യൂവാൻ വെൽഷിന് സർ ആൻഡേഴ്സൺ എന്ന പേരുണ്ടെന്ന് ഡസ്റ്റിൻ ഇപ്പോഴാണ് അറിയുന്നത്. ഹണ്ടർ ആൻഡേഴ്സൺ കുടുംബത്തിന്റെ ഭാഗം തന്നെയാണ് ഡ്യൂവാൻ വെൽഷും. അതുകൊണ്ടാണ് അയാളെയും സർ ആൻഡേഴ്സൺ എന്ന് ആളുകൾ സംബോധന ചെയ്യുന്നത്. കുടുംബ പേര് ചേർത്ത് ആളുകളെ സംബോധന ചെയ്യുക എന്നുള്ളത് ഒരു കോമൺ പരിപാടിയാണ്. ഡസ്റ്റിൻ ഡ്യൂവാൻ വെൽഷിനോട് പറഞ്ഞു, അങ്കിൾ ഡ്യൂവാൻ, ഇതെനിക്കൊരു പുതിയ അറിവാണ്. അത് കള ഡസ്റ്റിൻ, ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഡ്യൂവാൻ വെൽഷ് ഒരു സെർവന്റിനെ നോക്കിയതും ആ സെർവന്റ് ഒരു പെട്ടി കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. തടി കൊണ്ടുള്ള പെട്ടിയാണ്. ഡ്യൂവാൻ വെൽഷ് ആ പെട്ടിയുടെ മുകൾ ഭാഗം തുറന്നു. അതിനുശേഷം ഡ്യൂവാൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ ഒന്ന് നോക്കി. ഡസ്റ്റിൻ ആ പെട്ടിക്കകത്തേക്ക് നോക്കുമ്പോൾ നല്ല കടും മഞ്ഞ നിറത്തിലുള്ള ഒരു വേരിരിക്കുന്ന കണ്ടു. പാനാക്സ് റൂട്ടാണ് അകത്തിരിക്കുന്നത്. അത് കണ്ടത് ഡസ്റ്റിൻ ആ പെട്ടിക്കുള്ളിലേക്ക് മുഖം താഴ്ത്തി ഒന്ന് ശ്വസിച്ചു നോക്കി. അതെ, പാനാക്സ് റൂട്ട് തന്നെ. 500 വർഷത്തിലധികം ആയുസ്സുള്ള ചെടിയാണ് ഈ പാനാക്സ് എന്ന് പറയുന്നത്. ആ പാനാക്സ് ചെടിയുടെ വേരാണ് ആ പെട്ടിയിലിരിക്കുന്നത്. ശരിക്കും അമൂല്യമായ ഔഷധ സസ്യം. അത് കണ്ടപ്പോൾ ഡസ്റ്റിന്റെ മുഖത്ത് ശരിക്കും സന്തോഷം വരികയാണ്. ഡസ്റ്റിന്റെ മുഖത്തെ സന്തോഷം കണ്ടതും ഡ്യൂവാൻ വെൽഷ് ആ പെട്ടിയുടെ മൂടിയങ്ങ് അടച്ചു. മൂടി അടച്ചിട്ട് അയാൾ ആ പെട്ടി അയാളുടെ നേരെ നീക്കി വെച്ചു. ഡ്യൂവാന്റെ എതിരെ ഇരിക്കുന്ന ഡസ്റ്റിൻ കൗതുകത്തോടെയാണ് ഡ്യൂവാൻ വെൽഷിന്റെ ആ ആക്ഷനെ നോക്കി കണ്ടത്. എന്തായെങ്കിൽ പെട്ടിങ് എടുത്ത്, ഡസ്റ്റിൻ, ഞാൻ ഈ പെട്ടി തരണമെങ്കിൽ ഡസ്റ്റിൻ എനിക്ക് ആ ജെമിഫന്റെ പ്രിസ്ക്രിപ്ഷൻ ഫോമുല തരണം. ജെമിഫൻ എന്ന ആ ഗുളിക കഴിച്ചപ്പോഴാണ് ഡ്യൂവാൻ വെൽഷിന്റെ അസുഖത്തിന് ശമനമുണ്ടായത്. ആ ഗുളിക ഉണ്ടാക്കാനുള്ള പ്രിസ്ക്രിപ്ഷൻ ഡസ്റ്റിൻ കൊടുത്താൽ ഡസ്റ്റിന് ആ പാനാക്സ് റൂട്ട് കൊടുക്കാമെന്നാണ് ഇപ്പോ ഡ്യൂവാൻ വെൽഷ് പറയുന്നത്. ഡ്യൂവാൻ വെൽഷിന്റെ ആ പറച്ചിൽ ശരിക്കും ഒരു അമ്പരപ്പ് ഡസ്റ്റിൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഡസ്റ്റിൻ അത്ഭുതത്തോടെ ഡ്യൂവാനോട് ചോദിച്ചു, അങ്കിൾ ഡ്യൂവാൻ, നമ്മൾ തമ്മിലുള്ള കരാർ അങ്ങനെ അല്ലല്ലോ. നിങ്ങളുടെ അസുഖം ഭേദമാക്കിയാൽ എനിക്ക് ഈ പാനാക്സ് റൂട്ട് നൽകാമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മിസ് ഡസ്റ്റിൻ, എന്റെ അസുഖം ഭേദമാക്കിയതിന് ഞാൻ നിങ്ങൾക്ക് നൽകിയ പ്രതിഫലമാണ് ഹിൽ വ്യൂ റെസ്റ്റോറന്റ്. ഇത് അഡീഷണൽ ആണ്. ഇത് ഞാൻ തരണമെങ്കിൽ നിങ്ങൾ എനിക്ക് ആ പ്രിസ്ക്രിപ്ഷൻ തരണം. മിസ്റ്റർ ഡ്യൂവാൻ, നിങ്ങൾ വാക്ക് തെറ്റിക്കുകയാണല്ലോ. നമ്മൾ തമ്മിൽ സംസാരിച്ച് ധാരണയായത് ഈ പാനാക്സ് റൂട്ടുമായിട്ടാണ്. പാനാക്സ് റൂട്ട് നിങ്ങൾ എനിക്ക് നൽകിയാൽ നിങ്ങളുടെ അസുഖം ഭേദമാക്കാന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോ വാക്ക് മാറുകയാണ്. മിസ്റ്റർ ഡസ്റ്റിൻ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഈ പാനാക്സ് റൂട്ട് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് ആ പ്രിസ്ക്രിപ്ഷൻ നൽകണം. ആ പ്രിസ്ക്രിപ്ഷൻ ഞാൻ വിൽക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് വിൽക്കാൻ കഴിയില്ലെന്ന്. വിൽക്കാൻ കഴിയില്ലെങ്കിൽ ഈ പാനാക്സ് റൂട്ട് കിട്ടില്ല. ഈ പാനാക്സ് റൂട്ട് എന്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോ ഞാൻ എങ്ങനെയാ അത് വേണ്ടെന്ന് വെക്കുക? മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ബലമായി ഇതങ്ങ് എടുക്കുമെന്നാണോ? അതെ, അതല്ലാതെ ഇപ്പൊ വേറെ മാർഗമില്ലല്ലോ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ ഡസ്റ്റിൻ എന്നെ ഒന്ന് നേരിട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ആ നിമിഷം തന്നെ ഡ്യൂവാൻ കൈ നിവർത്തുരൊറ്റ ഇടി. ഡസ്റ്റിൻ റിയാസിനെ ഒറ്റ ഇടിക്ക് നിലം പതിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഡ്യൂവാൻ വെൽഷ് ഡസ്റ്റിനെ ഇടിച്ചത്. ടേബിളിന്റെ അപ്പുറത്തിരിക്കുന്ന ഡ്യൂവാൻ വെൽഷ് കൈ നിവർത്തുരൊറ്റ ഇടി ഡസ്റ്റിന് നേരെ ഇടിച്ചതും ഡസ്റ്റിന് ഇരിക്കുന്ന പൊസിഷൻ മാറാതെ തന്നെ ഇടത് കൈ കൊണ്ട് ഒരൊറ്റ ഇടി തിരിച്ച് കൃത്യം ഡ്യൂവാൻ വെൽഷിന്റെ കയ്യിൽ തന്നെ ആ ഇടിയേറ്റു. ഇടിയേറ്റ ഡ്യൂവാൻ വെൽഷ് കസേരയോട് കൂടി പുറകോട്ട് മറിഞ്ഞ് പുറകിലുള്ള ചുവരിലൊടിച്ച് മുന്നോട്ട് വീണു. ഡ്യൂവാൻ വെൽഷിന്റെ വായിക്കൂടിയും മൂക്കിക്കൂടിയും രക്തം വരികയാണ്. പുറകോട്ട് മറിഞ്ഞു വീണ ഡ്യൂവാൻ വെൽഷ് ശരിക്കും അമ്പരന്നിരിക്കുകയാണ്. ഡസ്റ്റിൻ റിയാസിനെ ഒറ്റ ഇടിക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഡ്യൂവാൻ വെൽഷ് ഡസ്റ്റിനെ ഇടിച്ചത്.
പക്ഷെ തിരിച്ചുള്ള ഡസ്റ്റിന്റെ ഇടി അയാളെ ശരിക്കും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. നല്ല പവർഫുള്ളായ ഇടി. ഡസ്റ്റിന്റെ ഇടിയുടെ ശക്തി അയാളുടെ ബോഡിയിൽ അറിയാം. ഡ്യുവാൻ വെൽഷിന്റെ വായുടെ അറ്റത്തുകൂടി ഒഴുകുന്ന ചോര ഡ്യുവാൻ പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് തുടയ്ക്കുകയാണ്. ആ നിമിഷത്തിൽ ഡസ്റ്റിൻ റിയാസ് മേശപ്പുറത്തിരുന്ന ആ ബോക്സ് കയ്യിലെടുത്തു. അതിനുശേഷം ഡ്യുവാനോടായി ഡസ്റ്റിൻ പറഞ്ഞു, ഓക്കെ മിസ്റ്റർ ഡ്യുവാൻ, ഞാൻ ഇറങ്ങിയാണ്. അങ്ങനെ പറഞ്ഞ ശേഷം ഡസ്റ്റിൻ റിയാസ് ആ ബോക്സുമായി സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ സർ ഡ്രാക്കോ ഡ്യുവാനെ പിടിച്ച് എണീപ്പിച്ചു. സർ ഡ്രാക്കോ ഡ്യുവാനോട് ചോദിച്ചു, സാർ അവനെ അങ്ങനെ വെറുതെ വിടണോ? ഞാൻ കുറച്ചുപേരെ പുറകെ വിടട്ട? അവൻ ശരിക്കും പവർഫുൾ ആണ്. അവനെ അങ്ങനെ എളുപ്പം തല്ലി തോൽപ്പിക്കാനാവില്ല. പക്ഷേ അവൻ നമുക്കൊരു പണി കൊടുക്കണം. ഡസ്റ്റിൻ റിയാസ് പടിയിലിറങ്ങി താഴെ എത്തി ആ ബാറിനകത്തൂടി പുറത്തു വരുമ്പോൾ ഡാലിയ നിക്കോൾസനും ടീമോ അവിടെ നിൽക്കുകയാണ്. അവര് ഡസ്റ്റിനെ കാത്തു നിൽക്കുകയാണ്. ഡസ്റ്റിനെ കണ്ടതും ഡാലിയ താങ്ക്സ് പറഞ്ഞു. ഡസ്റ്റിൻ, താങ്ക് യു. ഒരു പെണ്ണിനെ കമ്പനി അടിച്ചാൽ ഇങ്ങനെ ചില ഗുണമൊക്കെ ഉണ്ടല്ലേ. ഡാലിയ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഡസ്റ്റിൻ, നടാഷയുടെ സുഹൃത്താണ് മിസ്റ്റർ ആൻഡേഴ്സൺ എന്ന് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? ആൻഡേഴ്സൺ അവിടെ വന്നുകൊണ്ടല്ലേ പരിക്കൊന്നുമില്ലാതെ ഞങ്ങൾ പുറത്തിറങ്ങിയത്. ഡാലിയ നിക്കോൾസൺ പറയുന്ന കാര്യങ്ങൾ ഡസ്റ്റിൻ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഡാലിയ, നീ എന്തായി പറയുന്നേ? ഇതിന് നടാഷയുമായിട്ട് എന്ത് ബന്ധം? ഡസ്റ്റിൻ വെറുതെ ഒളിച്ചു കളിക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം, എപ്പോഴും ഈ ഏതെങ്കിലും സ്ത്രീകളുടെ സപ്പോർട്ടിൽ ജീവിക്കുന്നത് നല്ല ഒരു രീതിയൊന്നുമല്ല. സ്വന്തമായി അധ്വാനിച്ച് പണവും പ്രതാപവും ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഒരു നല്ല ഉപദേശകയുടെ റോളിൽ ഡാലിയ നിക്കോൾസൺ ഡസ്റ്റിനെ ഉപദേശിക്കുകയാണ്. നടാഷ ഹാറിന്റെ സഹായത്തോടു കൂടി മുന്നോട്ട് നീങ്ങുന്ന ഡസ്റ്റിന്റെ പ്രവർത്തനം അത്ര ശരിയല്ല എന്നാണ് ഡാലിയ നിക്കോൾസന്റെ പറച്ചിൽ. കഴിഞ്ഞ 3 വർഷവും ഡാലിയുടെ പുറകിലായിരുന്നു ഡസ്റ്റിൻ റിയാസ്. ഇപ്പോ അവിടെ നിന്ന് മാറി നടാഷയുടെ പുറകിലായി. എപ്പോഴും സ്ത്രീകളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഡസ്റ്റിന്റെ ആ സ്വഭാവം ഒന്ന് മാറ്റണമെന്നാണ് ഡാലിയ പറയുന്നത്. ഡാലിയ പറയുന്ന കാര്യങ്ങൾ കൗതുകപൂർവ്വം ഡസ്റ്റിൻ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ 3-4 വാഹനങ്ങൾ അങ്ങോട്ട് വന്നതൊക്കെ പോലീസ് വാഹനങ്ങളാണ്. പോലീസ് വാഹനങ്ങൾ റോഡിൽ നിർത്താതെ ബാറിനടുത്തേക്ക് വന്നിരിക്കുകയാണ്. ബാറിന്റെ തൊട്ടു മുന്നിൽ കൊണ്ടുവന്ന് ആ പോലീസ് വാഹനങ്ങൾ ചവിട്ടി നിർത്തിയതും സകലം ഞെട്ടലോടുകൂടി ആ വാഹനങ്ങളിലേക്ക് നോക്കുമ്പോൾ അതിൽ നിന്ന് 3-4 ആളുകൾ പുറത്തിറങ്ങി. ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് മുന്നോട്ട് വന്നത്. ആരാ? ഡസ്റ്റിൻ റിയാസ്. ഞാനാണ്. ഡസ്റ്റിൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾക്ക് എതിരെ ഒരു പരാതിയുണ്ട്. പരാതിയോ? എനിക്കെതിരെയോ? എന്ത് പരാതി? നിങ്ങൾ ഒരു സാധനം മോഷ്ടിച്ചു എന്നാണ് പരാതി. സാധനം മോഷ്ടിച്ചെന്നോ? എന്ത് സാധനം? ആരുടെ സാധനം? അതിനെക്കുറിച്ചൊക്കെ വിശദമായി നമുക്ക് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അറിയാം. ഇൻസ്പെക്ടർ അങ്ങനെ പറഞ്ഞതും ഡാലിയ ഇൻസ്പെക്ടറോട് പറഞ്ഞു, സാർ എന്താ ഇത്? ഡസ്റ്റിൻ അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ ആരാ? ഞാൻ ഡസ്റ്റിന്റെ ഫ്രണ്ടാണ്. എന്നാ നിങ്ങൾ വാ. അങ്ങനെ പറഞ്ഞിട്ട് ആ പോലീസ് ഇൻസ്പെക്ടർ പെട്ടെന്ന് തന്നെ ഡസ്റ്റിനെയും ഡാലിയ നിക്കോൾസിനെയും വിലങ്ങ് വെച്ചു. വളരെ പെട്ടെന്നാണ് ഈ കാര്യങ്ങൾ നടന്നത്. ഫ്ലോറൻസിനോ ഡാലിയുടെ സെക്രട്ടറിക്കോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ അങ്ങ് നടക്കുകയാണ്. ഇതൊക്കെ വളരെ വേഗത്തിലാണ് നടന്നത്. ആ സബ് ഇൻസ്പെക്ടർക്ക് ഒപ്പമുള്ള പോലീസുകാർ ശരിക്കും പ്ലാൻഡ് ആയിരുന്നു. ഡാലിയ നിക്കോൾസിനെയും ഡസ്റ്റിനെയും അറസ്റ്റ് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് കാര്യങ്ങൾ. അതിവേഗം അവർ രണ്ടുപേരും വിലങ്ങ് വെച്ച പോലീസ് പെട്ടെന്ന് അവരെ ആ പോലീസ് വാഹനങ്ങളിലേക്ക് കയറ്റുകയും ചെയ്തു. ഈ സംഭവങ്ങൾ ദ്രുതഗതിയിൽ നടന്നതുകൊണ്ട് ഡാലിയ നിക്കോൾസിന്റെ അമ്മയ്ക്കോ സഹോദരനോ ഡാലിയുടെ സെക്രട്ടറിക്കോ കൂടെയുള്ള ആൾക്കാർക്കോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നിമിഷ നേരം കൊണ്ട് ആ കാറുകൾ അതിവേഗം സ്റ്റേഷനിലേക്ക് നീങ്ങുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടിയില്ല. ഫ്ലോറൻസ് ഏതാണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. ആ ഡസ്റ്റിൻ ചെയ്ത തെറ്റിന് ഡാലിയ എന്തിനാ അവർ പിടിച്ചത്? ഫ്ലോറൻസ് ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് ബാക്കിയുള്ളവരുടെ മനസ്സിലേക്കും ആ ചോദ്യം കടന്നു വരുന്നത്. അതെ, ഡാലിയെ എന്തിനാ പോലീസ് പിടിച്ചത്? ഡസ്റ്റിൻ മോഷണം നടത്തിയതാണ് പോലീസ് പറഞ്ഞത്. ആ മോഷണത്തിലെ കൂട്ടുപ്രതിയായിട്ടാണ് ഡാലിയെ കൂടി പിടിച്ചിരിക്കുന്നത്. ഡാലിയെ എങ്ങനെ രക്ഷിക്കാം? അതായി പിന്നെ ചിന്ത. ഡാലിയുടെ സെക്രട്ടറി ലൈറ അവർക്ക് പരിചയമുള്ള ആളുകളെയൊക്കെ വിളിച്ചു തുടങ്ങി. ജെയിംസും അവന് പരിചയമുള്ള ആളുകളെ വിളിക്കുകയാണ്. ഫ്ലോറൻസ് തിരിഞ്ഞ് മാറ്റ്ലൈനെ നോക്കിയപ്പോൾ മാറ്റ്ലൈനെ കാണാനില്ല. മാറ്റ്ലൈനെ അങ്ങോട്ട് പോയി ജെയിംസിനോടായി ഫ്ലോറൻസ് അങ്ങനെ ചോദിച്ചപ്പോ ജെയിംസ് ഫ്ലോറൻസിനോട് പറഞ്ഞു, ലാനി ആരെയോ കാണാനായി പോയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മാറ്റ്ലാനി ഡാലിയ നിക്കോൾസനും ടീമും ആ ബാറിൽ നിന്ന് പുറത്തിറങ്ങിയ നിമിഷത്ത് തന്നെ അവിടെ നിന്ന് മാറിയതാണ്. മാറ്റ്ലാനി വിചാരിച്ചാലേ ഇനി ഡാലിയെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള തോന്നൽ ഫ്ലോറൻസ് ഉണ്ടായതും ഫ്ലോറൻസ് ജെയിംസിനോട് പറഞ്ഞു, ജെയിംസ് മാറ്റിനെ വിളിച്ച് കാര്യം പറയാം. അവൻ വിചാരിച്ചാൽ ഈസിയായിട്ട് ഡാലി ഇറക്കാൻ പറ്റും. ഫ്ലോറൻസ് അത് പറഞ്ഞതും ജെയിംസ് മാറ്റിനെ വിളിച്ചു. മാറ്റ് ഫോൺ അറ്റൻഡ് ചെയ്തു. കാര്യം കേട്ടതും മാറ്റ് ജെയിംസിനോട് പറഞ്ഞു, ഓക്കെ ഞാൻ ശ്രമിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മാറ്റ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ
അവന്റെ തൊട്ടടുത്ത് കിടക്കുകയായിരുന്ന ഒരു സുന്ദരി മാറ്റിനോട് ചോദിച്ചു, മാറ്റ്, ആരാ വിളിച്ചേ? മിസ് ഹമർ, എന്റെ സുഹൃത്താണ് വിളിച്ചത്. അവന്റെ ചേച്ചി പോലീസ് കസ്റ്റഡിയിലാണ്. അവന്റെ ചേച്ചിയോ, എന്താ അവരുടെ പേര്? ഒരു ഡാലിയ നിക്കോൾസൺ ആണ്. അവൾ എന്തിനാ പോലീസ് പിടിച്ച്? എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. മിസ് ഹമർ, എന്നെ ഒന്ന് സഹായിക്കണം. ഏയ് മാറ്റ്, നിനക്ക് അവളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏയ് മിസ് ഹമർ, എന്താ ഈ പറയുന്നത്? എനിക്ക് നീയുമായിട്ടല്ലാതെ ഈ ഭൂമിയിൽ ആരുമായിട്ടാ ബന്ധമുള്ളത്? ആ, നീ അങ്ങനെ പറ. ഞാനല്ലാതെ വേറെ ഏതെങ്കിലും സ്ത്രീകളുമായി നിനക്ക് ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ, മാറ്റ്, എന്നെ നിനക്ക് അറിയാമല്ലോ. മാറ്റ് ലാനിയോട് അങ്ങനെ സംസാരിക്കുന്നത് സാക്ഷാൽ എഡ്വിൻ ഹമറുടെ മകളാണ്. അവർ രണ്ടുപേരും സ്വിൻഡനിലെ ഒരു പോഷ് വില്ലയിലാണ് ഇപ്പോൾ ഉള്ളത്. മാറ്റ് ലാനിയും മിസ് ഹമറും അങ്ങനെ സംസാരിച്ചുകൊണ്ട് ആ കിടക്കെ കിടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലെ ആ ഇരുണ്ട ഇൻട്രോഗേഷൻ റൂമിൽ ഡാലിയ നിക്കോൾസണും ഡസ്റ്റിൻ റിയാസ് ഇരിക്കുകയാണ്. ഡസ്റ്റിൻ റിയാസിന്റെ മുതുകിൽ ചേർന്നിരിക്കുകയാണ് ഡാലിയ നിക്കോൾസൺ. രണ്ടുപേരും കയ്യില്ലാത്ത കസലിലാണ് ഇരിക്കുന്നത്. നേരെ എതിർഭാഗത്തേക്കാണ് രണ്ടുപേരും നോക്കിയിരിക്കുന്നത്. അവരല്ലാതെ ആ മുറിയിൽ വേറെ ആരുമില്ല. ആ മുറിയിൽ വളരെ ചെറിയ അളവിൽ മാത്രമാണ് പ്രകാശമുള്ളത്. ശരിക്കും ഇരുട്ടാണ് മുറിയിൽ. ഡാലിയ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ മോഷണം നടത്തിയെന്നാണല്ലോ പോലീസ് പറയുന്നത്. ഡാലിയ, നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ഏയ്, ഞാനത് വിശ്വസിക്കുന്നില്ല. ഡസ്റ്റിൻ മോഷണം നടത്തില്ല എന്ന് ഡാലിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഡാലിയുടെ മറുപടി പെട്ടെന്ന് വന്നു. ഡസ്റ്റിൻ, പിന്നെന്തിനാ ആ ഡ്രാക്കോ ഇങ്ങനെ ചെയ്തത്? ഏയ്, ഡ്രാക്കോ അല്ല ഇതിന്റെ പിന്നിൽ. ഡസ്റ്റിൻ, പിന്നാരാ? അതാ ആൻഡേഴ്സൺ തന്നെയാണ്. സർ ആൻഡേഴ്സണോ? സർ ആൻഡേഴ്സൺ ഡസ്റ്റിനോട് ശരിക്കും സൗഹൃദത്തിലേ പെരുമാറിയത്. നിങ്ങൾ സുഹൃത്തുക്കളായിട്ടല്ലേ മുകളിലോട്ട് കടന്നത്. പിന്നെന്താ പറ്റിയേ? ആ, ഞാൻ അയാൾക്കൊരു ഇടി കൊടുത്തു. ഡസ്റ്റിൻ, സർ ആൻഡേഴ്സൺ ഇടിച്ചെന്നോ? ആ ഡാലിയ, അയാൾ ആദ്യം എന്നെ ഇടിച്ചത്. അപ്പൊ പിന്നെ ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ? ഡസ്റ്റിൻ, എന്താ ഈ പറയുന്നത്? സർ ആൻഡേഴ്സനെ തല്ലുകയോ? ഇനിയിപ്പോ എന്താ സംഭവിക്കുക? ഡാലിയ, പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഡസ്റ്റിൻ, എനിക്കങ്ങനെ തോന്നുന്നില്ല. നമ്മള് ആകെ പെട്ടു എന്നാ തോന്നുന്നത്. ഡാലിയ നിക്കോൾസൺ അങ്ങനെ പറഞ്ഞപ്പോ ആ സെല്ലിലേക്കുള്ള വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു. അകത്തേക്ക് വന്നത് നല്ല പൊക്കമുള്ള, കണ്ടാൽ തന്നെ ആരും ഒന്ന് നോക്കിപ്പോകുന്ന അത്രയും തടിമെടുക്കുള്ള ഒരാളാണ്. അയാൾ ഡാലിയുടെയും ഡസ്റ്റിനെയും മുന്നിലേക്ക് വന്നു. ഡസ്റ്റിനെയും ഡാലിയും നോക്കിയിട്ട് ആ മനുഷ്യൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ ആരെന്ന് മനസ്സിലായോ? ഇല്ല. ആരാ നിങ്ങൾ? ഞാൻ ഇവിടുത്തെ ഇൻസ്പെക്ടറാണ്. എന്റെ പേര് ഗാർഡനർ എന്നാണ്. ഗാർഡനർ എന്ന് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ അറിയില്ല. ചെകുത്താൻ ഗാർഡനർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞേക്കും. സ്വിൻഡനിലെ വെസ്റ്റ് സിറ്റിയിലെ ഇൻസ്പെക്ടറാണ് ഗാർഡനർ. അയാൾക്ക് തൊട്ട് സമീപത്തെ ജയിലിന്റെ ചുമതല കൂടിയുണ്ട്. അവിടെയുള്ള തടവുകാരെ യഥേഷ്ടം ഉപയോഗിക്കുന്ന ഒരു ജയിലർ കൂടിയാണ് ആ ഇൻസ്പെക്ടർ ഗാർഡനർ എന്ന് എല്ലാവർക്കും അറിയാം. ഗാർഡനർ ഒരു ചെകുത്താനാണെന്നും അയാൾ എന്ത് ചെയ്യുമെന്നും ഡാലിയ നിക്കോൾസൺ കേട്ടിട്ടുണ്ട്. ചെകുത്താൻ ഗാർഡനറുടെ ചോദ്യം ചെയ്യൽ മുറിയിലാണ് താനെന്ന് ആ നിമിഷത്തിലാണ് ഡാലിക്ക് മനസ്സിലാവുന്നത്. ഡാലിക്ക് സ്വാഭാവികമായിട്ടും ഒരു ഭയമുണ്ടായി. മിസ്റ്റർ ഗാർഡനർ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഡാലിയ നിക്കോൾസൺ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ഗാർഡനറോട് പറഞ്ഞു, മിസ്റ്റർ ഗാർഡനർ, സത്യത്തിൽ ഇവിടെ ഞങ്ങൾ എന്തിനാ കൊണ്ടുവന്നതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ആരുടെ സാധനവും മോഷ്ടിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് വിഷയമേ അല്ല. നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാൽ അതാണ് ശരി. ഞാനാണ് ഇവിടത്തെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത്. ചെകുത്താൻ ഗാർഡനർ എന്ന ഇൻസ്പെക്ടർ അയാളുടെ നയം വളരെ വളരെ വ്യക്തമായി അവരുടെ മുന്നിൽ പറയുകയാണ്. മിസ്റ്റർ ഗാർഡനർ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഡസൻ, അതൊരു നല്ല ചോദ്യമാണ്. നിങ്ങൾ ആ പാനക്സ് റൂട്ട് മോഷ്ടിച്ചതാണെന്ന് സമ്മതിക്കണം. അങ്ങനെ സമ്മതിച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു കിടക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. പക്ഷേ അപ്പോഴും പുറത്തു കിടക്കാൻ പറ്റില്ല. നിങ്ങൾ മിസ് ആൻഡേഴ്സണുമായി ഒരു ടൈപ്പ് ആവണം. നിങ്ങൾ ആൻഡേഴ്സന് നിങ്ങളുടെ കയ്യിലുള്ള ആ ഫോർമുല, ആ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കണം. അത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പരിക്കില്ലാതെ ഇവിടുന്ന് പുറത്തു പോവാം. ഇൻസ്പെക്ടർ ഗാർഡനർ വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ ഡസ്റ്റിനോട് പറഞ്ഞു. ആരാണ് ഡസ്റ്റിനെയും ഡാലിയെയും അറസ്റ്റ് ചെയ്യുന്നതിന്റെ പിന്നിലെന്ന് ഇപ്പോ വ്യക്തമാണ്. സർ ആൻഡേഴ്സൺ എന്ന ഡ്യൂവാൻ വെൽഷാണ് ആ അറസ്റ്റിന്റെ പിന്നിൽ. അയാൾക്ക് വേണ്ടത് ജെമിഫൻ എന്ന ആ ഗുളികയുടെ പ്രിസ്ക്രിപ്ഷനാണ്. ഡസ്റ്റിനോട് ഗാർഡനർ പറഞ്ഞ കാര്യം ഡാലിയ കേട്ടു. ഡാലിയക്ക് ഗാർഡനർ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുമില്ല. എന്താണ് ഗാർഡനർ ഉദ്ദേശിക്കുന്നതെന്ന് ഡാലിയ ആലോചിക്കുമ്പോൾ ഡസ്റ്റിൻ അയാളോട് പറഞ്ഞു, നോക്ക്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് ആലോചിക്കാൻ ഞാനൊരു 30 മിനിറ്റ് സമയം തരാം. നിങ്ങളുടെ തീരുമാനം ഞാൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ നിങ്ങൾക്ക്
നിങ്ങളുടെ കൂട്ടുകാരിക്കും പരിക്കില്ലാതെ ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റും. നിങ്ങളുടെ തീരുമാനം അനുകൂലമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. തെറ്റാണ് തീരുമാനമെങ്കിൽ ഇവിടെ പ്രസിഡന്റ് ചുമതലയും എനിക്കാണ്. അവിടുന്ന് കുറെ ആളുകൾ ഇങ്ങോട്ട് വരും. അവർ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ സുഹൃത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആലോചിക്കാലോ അല്ലേ? അത് കേട്ടതും ഡസ്റ്റിൻ പറഞ്ഞു, മിസ്റ്റർ ഗാർഡനർ, അതൊന്നും നടക്കില്ല. പിന്നെ ഈ ഡാലിയ നിക്കോൾസിന്റെ പുറത്ത് നിങ്ങൾ തൊട്ടാൽ പിന്നെ നിങ്ങൾ ജീവനോട് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഡസ്റ്റിൻ റിയാസിന്റെ കൈയും കാലും വിലങ്ങ് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഡാലിയ നിക്കോൾസിന്റെയും. വിലങ്ങ് വെച്ച നിലയിലാണ് അവർ രണ്ടുപേരും അവിടെ ആ കസേരകളിൽ ഇരിക്കുന്നത്. ആ സമയത്തും ഡസ്റ്റിൻ പറഞ്ഞ വാചകം ഡാലിയ നിക്കോൾസിനെ ശരിക്കും ഒന്ന് സന്തോഷിപ്പിച്ചു. പക്ഷെ അതേ സമയത്ത് അവൾക്കൊരു പേടിയുമുണ്ട്. ഡസ്റ്റിന്റെ മറുപടി കേട്ട് ഗാർഡനർ ഒന്ന് ചിരിച്ചു. ചിരിച്ചതിന് ശേഷം അയാൾ ആ മുറിക്ക് പുറത്തിറങ്ങി. വാതിലങ്ങ് അടഞ്ഞു. വാതിലടഞ്ഞതും ഡാലിയ നിക്കോൾസൺ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, നമ്മൾ പെട്ടു അല്ലേ? ഹേയ് ഡാലിയ, ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ കൂടെ ഉള്ളത്, ഞാനല്ലേ കൂടെ ഉള്ളത് എന്ന് ഡസ്റ്റിൻ പറഞ്ഞപ്പോ ഡാലിക്ക് എന്തോ ഒരു സംരക്ഷണം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൾ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, സത്യത്തിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല കേട്ടോ. ഡാലിയ, നീ എന്താ ഇങ്ങനെ പറയുന്നേ? ഡസ്റ്റിന്റെ അവസാന ആഗ്രഹം എന്താണ്? ആ മുറി കിടന്ന് മരിക്കുമെന്ന് പൂർണ്ണ ഉറപ്പായ നിമിഷത്തിൽ ഡാലിയ ഡസ്റ്റിനോട് ചോദിച്ചു പോവുകയാണ്. ഡാലിയുടെ ചോദ്യം കേട്ടതും ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, നിന്നെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. നീ ശരിക്കും പാടുപെട്ട് നിന്റെ കമ്പനി ബിൽഡ് ചെയ്ത വ്യക്തിയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞോടുന്ന ഒരാളായിട്ട് നിന്നെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ആ പ്രശ്നങ്ങളെ നേർക്കുനേർ നിന്ന് എതിരിട്ട വ്യക്തിയാണ് നീ. നീ എന്തു പാടുപെട്ട നിന്റെ കമ്പനി ബിൽഡ് ചെയ്തത്? ഇപ്പൊ എന്താ നീ ഇങ്ങനെ പറയുന്നത്? നിന്നെ ശരിക്കും നിരാശ ബാധിച്ചിരിക്കുകയാണല്ലോ. എനിക്കറിയാവുന്ന എന്റെ ഡാലിയ ഇങ്ങനെ അല്ല. ഡാലിയ നിക്കോൾസിനെ കുറിച്ച് ഡസ്റ്റിൻ റിയാസ് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഡസ്റ്റിൻ ആ നിമിഷം ആ ഇരുട്ടത്ത് അങ്ങനെ പറഞ്ഞപ്പോ ഡാലിയക്ക് ഒരു വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. അവളുടെ ബോഡി ഡസ്റ്റിന്റെ ബോഡിയോട് ചേർന്നിരിക്കുകയാണ്. ഒരു ചൂട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവപ്പെടുന്നുണ്ട്. ഡാലിയ സന്തോഷപൂർവ്വം ഡസ്റ്റിന്റെ സംഭാഷണം കേട്ടിരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് നടാഷ ഹാർമന്റെ മുറിയിലേക്ക് സാക്ഷൽ റൂത്ത് ഓടി വരികയാണ്. നടാഷ ആകെ പ്രശ്നമാണ്. എന്താ റൂത്ത്? നടാഷ, ഡസ്റ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്? മോഷണ കുറ്റമാണ് ആരോപിച്ചിരിക്കുന്നത്. മോഷണ കുറ്റവും? നടാഷ, അതെല്ലാം കെട്ടിച്ചമച്ചതാണ്. ആരാ അറസ്റ്റ് ചെയ്ത്? എവിടെയാണ് ഡസ്റ്റിൻ ഉള്ളത്? ആ ഗാർഡനറുടെ സ്റ്റേഷനിലാണ് ഡസ്റ്റിൻ ഉള്ളത്. ഗാർഡനറുടെ സ്റ്റേഷനിലോ? ചെകുത്താൻ ഗാർഡനറെ കുറിച്ച് നടാഷയ്ക്കും അറിയാം. അയാളൊരു കുഴപ്പക്കാരനാണ്. അഴിമതിയുടെ അവസാനത്തെ വാക്ക് കൂടിയാണ് ഈ ഗാർഡനർ. ആളുകളെ ഉപദ്രവിക്കുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയുമാണ്. അവിടേക്കാണ് ഡസ്റ്റിനെ അയച്ചിരിക്കുന്നത്. റൂത്ത് ഹാർമണും നടാഷ ഹാർമണും കൂടി ഡസ്റ്റിൻ റിയാസിനെ രക്ഷിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഹണ്ടർ ആൻഡേഴ്സൺ അയാളുടെ മുടി ഇങ്ങനെ കോതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ജെഫ് ആൻഡേഴ്സൺ ഓടി ആ മുറിയിലേക്ക് ചെന്നത്. ഡാഡി, എന്താടാ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആകാശം ഇടിഞ്ഞു വീണു എന്ന് പറഞ്ഞാലും ശരിക്കും കൂളായിട്ട് കാര്യങ്ങൾ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന്? എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഡാഡി, അതല്ല, ഞാൻ പറഞ്ഞു എപ്പോഴും ശാന്തമായിട്ട് കാര്യങ്ങൾ കേൾക്കണമെന്ന്. ഡാഡി, ഡസ്റ്റിൻ പോലീസ് കസ്റ്റഡിയിലായെന്ന് ജെഫ് ആൻഡേഴ്സൺ പറഞ്ഞതും ഹണ്ടർ ആൻഡേഴ്സന്റെ കയ്യിൽ നിന്ന് ചീർപ്പ് രണ്ടായി ഒടിഞ്ഞതും ആ നിമിഷം തന്നെയാണ്. ശരിക്കും ഹണ്ടർ ആൻഡേഴ്സൺ ഞെട്ടിപ്പോയിരിക്കുകയാണ്. അത് കണ്ടത് ജെഫ് ഹണ്ടർ ആൻഡേഴ്സൺ ചോദിച്ചു, ഡാഡി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? തൊട്ടു മുന്നേ ഹണ്ടർ ആൻഡേഴ്സൺ ചോദിച്ച ചോദ്യം തിരിച്ച് ജെഫ് ചോദിക്കുകയാണ്. ജെഫ്, ഇതാകെ പ്രശ്നമാണ്. എവിടെയാണ് ഡസ്റ്റിൻ ഉള്ളത്? ഡാഡി, ഡസ്റ്റിനെ ആ ഗാർഡനറുടെ സ്റ്റേഷനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഗാർഡനർ സ്റ്റേഷനിലും ആ ഗാർഡനർ ഡസ്റ്റിനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഗാർഡനർ മാത്രമല്ല നമ്മളും തീരും. ഡാഡി എന്തായി പറയുന്നത്? അതെ ജെഫ്, നമുക്ക് തൊടാൻ പറ്റുന്ന ആളല്ല ഡസ്റ്റിൻ റിയാസുമായിട്ട് ഹണ്ടർ ആൻഡേഴ്സൺ എന്തോ ബന്ധമുണ്ടെന്ന് ജെഫ് ആൻഡേഴ്സൺ അറിയാം. ഡസ്റ്റിൻ റിയാസിനെ ബഹുമാനത്തോടെയും അതേസമയം ഭയത്തോടും കൂടിയാണ് ഹണ്ടർ ആൻഡേഴ്സൺ കാണുന്നതെന്ന് ജെഫ് ആൻഡേഴ്സന് നല്ല ഉറപ്പാണ്. ഡസ്റ്റിൻ റിയാസിന്റെ മുൻ ഭാര്യയായ ഡാലിയ നിക്കോൾസിന്റെ അടുത്തേക്ക് പോലും പോകരുതെന്ന് ജെഫിനോട് വളരെ വ്യക്തമായി ഹണ്ടർ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യവും ജെഫിന്റെ ഓർമ്മയിലുണ്ട്. ആരാണ് ഈ ഡസ്റ്റിൻ റിയാസ്? ജെഫിനെ അലട്ടുന്ന ചോദ്യം അതാണ്. അവന്റെ അച്ഛൻ സ്വിൻഡനിലെ ഏറ്റവും ശക്തനായ വ്യക്തികളിൽ ഒരാളാണ്. ആ ഹണ്ടർ ആൻഡേഴ്സൺ പോലും ഭയത്തോട് മാത്രം കാണുന്ന ഡസ്റ്റിൻ റിയാസ് ആരാണ്? ആ ചോദ്യം ജെഫിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ ഡാലിയ നിക്കോൾസിനും ഡസ്റ്റിനുമുള്ള മുറിയുടെ വാതിൽ തുറന്ന് ഗാർഡനർ അകത്തേക്ക് കടന്ന ഗാർഡനർ ഡസ്റ്റിനോട് ചോദിച്ചു, മിസ്റ്റർ ഡസ്റ്റിൻ, എന്തായി നിങ്ങളുടെ തീരുമാനം? മിസ്റ്റർ ഗാർഡനർ, ഞങ്ങൾ തീരുമാനം എടുത്തു. എന്താ തീരുമാനം? നിങ്ങൾ പറഞ്ഞ കാര്യം
ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ കുറ്റം സമ്മതിക്കാൻ തയ്യാറല്ല. മിസ്റ്റർ ഡസ്റ്റിൻ, ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാവോ? ഭവിഷ്യത്ത് എന്തു ആവട്ടെ, ഞാൻ എന്തായാലും ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കില്ല. മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ ആ പാനക്സ് റൂട്ട് മോഷ്ടിച്ചു എന്ന് സമ്മതിക്കണം. അതുപോലെ ആ പ്രിസ്ക്രിപ്ഷൻ മിസ്റ്റർ ആൻഡേഴ്സൺ കൊടുക്കുകയും വേണം. ഇത് രണ്ടും ചെയ്തേ പറ്റൂ. ചെയ്തില്ല എങ്കിൽ നിങ്ങൾ അനുഭവിക്കും. ഡസ്റ്റിനെ ശരിക്കും ഭയപ്പെടുത്തക്ക ശൈലിയിലാണ് ഗാർഡനർ അങ്ങനെ പറഞ്ഞത്. അത് പറഞ്ഞിട്ടും ഡസ്റ്റിന് വലിയ ഭാവമാറ്റമൊന്നും ഇല്ലെന്ന് കണ്ടതും ഗാർഡനർ ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾക്ക് ഭയമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരിയുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഗാർഡനറുടെ ചോദ്യം കേട്ടതും ഡസ്റ്റിൻ ഗാർഡനറോട് പറഞ്ഞു, ഇവളുടെ പുറത്ത് ആര് തൊട്ടാലും അവനെ ഞാൻ കൊല്ലും. ഗാർഡനറോട് വളരെ വ്യക്തമായിട്ടാണ് ഡസ്റ്റിൻ ആ മറുപടി പറഞ്ഞത്. ഡാലിയൻ നിക്കോൾസന്റെ പുറത്ത് ചാരി ഇരുന്നു കൊണ്ട് ഡസ്റ്റിൻ റിയാസ് അങ്ങനെ പറഞ്ഞപ്പോ ശരിക്കും ഒരു കുളിര് ഡാലിയൻ നിക്കോൾസന്റെ ശരീരത്തിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. ഡസ്റ്റിന്റെ ആ വാചകത്തിന് ഒരു മറുപടി പറയാനായി ഗാർഡനർ വാ തുറക്കാൻ പോയതും വാതിൽ തുറന്നു ഒരാൾ അകത്തേക്ക് വന്നു. സർ, ഒരു കോളുണ്ട്. ആരാ വിളിച്ചേ? സർ, നടാഷ ഹാർമണ വിളിച്ചത്. നടാഷ ഹാർമണോ? എന്തിനാ നടാഷ വിളിച്ചത്? ഡസ്റ്റിനെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാ നടാഷ വിളിച്ചത്. കടന്നു വന്ന ആളിന്റെ ആ മറുപടി കേട്ടതും ഗാർഡനർ ആ ആളോട് പറഞ്ഞു, നീ നടാഷയോട് പറ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലാന്ന്. ഗാർഡനർ വാതിൽക്കൽ നിൽക്കുന്ന ആളോട് അത് പറഞ്ഞിട്ട് അയാളുടെ എന്തൊക്കെയോ പറയുകയാണ്. ഈ നിമിഷത്തിൽ ഡാനി നിക്കോൾസൺ ഡസ്റ്റിനോട് പറഞ്ഞു, ഹേയ്, നിന്റെ കൂട്ടുകാരി വിളിച്ചല്ലോ, അവർക്ക് നിന്നെ കാണഞ്ഞിട്ട് ഇരിപ്പുറക്കത്തില്ലെന്ന് തോന്നുന്നു. ചെകുത്താൻ ഗാർഡനറുടെ ആ തടവ് മുറിയിൽ ശരിക്കും വല്ലാത്തൊരു അവസ്ഥയിലാണ് ഡാലിയ നിക്കോൾസനും അതുപോലെ ഡസ്റ്റിൻ റിയാസും ഇരിക്കുന്നത്. അപ്പോഴും ഡാലിയ ഡസ്റ്റിനെ ഒന്ന് കുത്തം കിട്ടുന്ന അവസരം കളയുന്നില്ല. ഡാലിയ നിക്കോൾസിന്റെ കമന്റിന് ഡസ്റ്റിൻ മറുപടി പറയുന്നതിന് മുമ്പ് ഗാർഡനർ ഡസ്റ്റിന്റെ അടുത്തേക്ക് വന്നു. ഡസ്റ്റിൻ, നിനക്ക് ഭയങ്കര പിടിപാടാണല്ലോ, നടാഷയാണല്ലോ ഇപ്പൊ വിളിച്ചത്. ഡസ്റ്റിൻ ഗാർഡനറുടെ കമന്റിന് മറുപടി പറയാനായി വാ തുറക്കുമ്പോ പിന്നെയും ഒരാള് ആ ഗ്രില്ല് തുറന്നകത്തേക്ക് വന്നു. ഏയ്, നീ എന്തിനാ പിന്നെയും വന്നാ? സർ, ഒരു കാര്യം കൂടി ഉണ്ട്. അത് കേട്ടതും ഗാർഡനർ അയാൾ ചോദിച്ചു, എന്താ കാര്യം? സർ, മിസ്റ്റർ ഹണ്ടർ ആൻഡേഴ്സൺ വിളിച്ചിരുന്നു. ഹണ്ടർ ആൻഡേഴ്സണോ? അതെ സർ, ഹണ്ടർ ആൻഡേഴ്സൺ. എന്താ ചോദിച്ചയാള്? സർ, ഡസ്റ്റിനെ വിടണമെന്നാ പറഞ്ഞത്. നീ ഡസ്റ്റിൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഡസ്റ്റിൻ ഇവിടെ ഇല്ലെന്ന് പറ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വരാം. അങ്ങനെ പറഞ്ഞിട്ട് ഗാർഡനർ ആ മുറിയിൽ പുറത്തേക്ക് ഇറങ്ങി. ഗാർഡനർ സെല്ല് പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയതും ഡാലിയ ഡസ്റ്റിനോട് ചോദിച്ചു, കൊള്ളാലോ നിന്റെ കൂട്ടുകാരി, അവൾ ഹണ്ടർ ആൻഡേഴ്സനെ വിളിച്ചിരിക്കുകയാണല്ലോ, നിന്നെ ഇറക്കിയേ പറ്റുമെന്നാണല്ലോ അവൾ പറയുന്നത്. ഡാലിയൻ നിക്കോൾസിന് ഒരു കാര്യം അറിയാം, നടാഷ ഹാർമൺ വിചാരിച്ചാൽ മാത്രമേ ആ മുറിയിൽ നിന്ന് ഡസ്റ്റിനെയും അവളെയും പുറത്തെത്തിക്കാൻ പറ്റൂ. പക്ഷെ അങ്ങനെ പുറത്തെത്തുന്നതിൽ അവൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല. നടാഷ അവളുടെ എതിരാളിയാണ്. ആ നടാഷയുടെ സഹായത്താൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് അത്ര നല്ലതല്ല എന്നൊരു തോന്നലാണ് ഡാലിയക്കുള്ളത്. ഡാലിയയുടെ കളിയാക്കലുകൾ ഡസ്റ്റിൻ കേൾക്കുകയാണ്. ഈ സമയത്ത് പുറത്തെത്തിയ ഗാർഡനർ ഫോൺ അറ്റൻഡ് ചെയ്തു. ഫോണിൽ സാക്ഷാൽ ഹണ്ടർ ആൻഡേഴ്സൺ ആണ്. ഹലോ മിസ്റ്റർ ഹണ്ടർ, എന്താണ് വിളിച്ചത്? ഗാർഡനർ, നിന്റെ അഭിനയൊന്നും എന്നോട് വേണ്ട. നീ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഡസ്റ്റിനെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. മിസ്റ്റർ ആൻഡേഴ്സൺ, നിങ്ങൾ എന്തായി പറയുന്നത്? ഇവിടെ അങ്ങനെ ആളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഗാർഡനർ, ഞാൻ വീണ്ടും പറയുന്നു, നീ തീ കൊണ്ടാ തല ചൊറിയുന്നത്. എത്രയും പെട്ടെന്ന് ഡസ്റ്റിനെ പുറത്തുവിട്, അല്ലെങ്കിൽ പിന്നീട് നിനക്കൊരു ജീവിതം ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞിട്ട് ആൻഡേഴ്സൺ ഫോൺ കട്ട് ചെയ്തു. സർ, ഹണ്ടർ ആൻഡേഴ്സൺ വളരെ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തപ്പോ ശരിക്കും ഒരു അമ്പരപ്പ് ചെകുത്താൻ ഗാർഡനർക്ക് ഉണ്ടായി. ചെകുത്താൻ ഗാർഡനർ തിരിഞ്ഞ് ആ റൂമിൽ തന്നെ ഇരിക്കുന്ന സർ ഡ്രാക്കോയെ നോക്കി. ഡ്രാക്കോ, നീയല്ലേ പറഞ്ഞത് ഈ ഡസ്റ്റിനെ ചോദിക്കാൻ പറയുന്നു ആരും ഉണ്ടാവില്ലെന്ന്? ഇതിപ്പോ ആരൊക്കെയാ അവന് വേണ്ടി ഇടപെടുന്നത്? ആദ്യം വിളിച്ചത് നടാഷയാണ്. മിസ്റ്റർ ഗാർഡനർ, നടാഷ വിളിച്ചത് കാര്യമാക്കണ്ട. നടാഷയുടെ ഒരു സഹായിയാണ് ഈ ഡസ്റ്റിൻ. അവനെ എല്ലാവരും കളിയാക്കി വിളിക്കുക നടാഷയുടെ പാവയെന്നാണ്. അത് വലിയ കാര്യമൊന്നുമില്ല. ഡ്രാക്കോ, നടാഷ അവനെ എങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് എന്റെ വിഷയമല്ല. ഇവിടെ നടാഷ വിളിച്ചു, അതാണ് വിഷയം. പിന്നെ മിസ്റ്റർ ഹണ്ടർ വിളിച്ചിരിക്കുകയാണ്. ഈ രണ്ട് വിളിയും അത്ര എളുപ്പം എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നീ എന്നെ കബളിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ? എന്തായാലും നീ പറഞ്ഞ തുകയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. നീ നിന്റെ ബോസിനെ വിളിക്ക്. ഡ്രാക്കോയുടെ ഗാർഡനർ അങ്ങനെ പറഞ്ഞതും ഡ്രാക്കോ ഉടൻ തന്നെ ജുവാൻ വെൽഷനെ വിളിച്ചു. ജുവാൻ വെൽഷനെ വിളിച്ച് ഡ്രാക്കോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജുവാൻ വെൽഷനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ ഡ്രാക്കോ ഫോൺ കട്ടായതും ഗാർഡനറോട് പറഞ്ഞു, മിസ്റ്റർ ഗാർഡനർ, ഞങ്ങൾ ഏറ്റ തുകയുടെ ഇരട്ടി തുക നൽകാൻ സാർ സമ്മതിച്ചിരിക്കുകയാണ്. ഇരട്ടി തുക എന്ന് കേട്ടതും ഗാർഡനറുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശരി, ഇരട്ടി തുകയല്ലേ, ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ട് ഗാർഡനർ സീറ്റിൽ നിന്ന് എണീറ്റു. അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ആ മുറിയിലെത്തി. ഡസ്റ്റിനെയും ഡാലിയും ഇരുത്തിയിരിക്കുന്ന മുറിയിൽ ആ മുറിയിലേക്ക് കടന്ന ഗാർഡനർ ഡസ്റ്റിന് മുന്നിലെത്തി. മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്കറിയാം.
പക്ഷേ അതൊന്നും എന്റെ മുന്നിൽ വില പോവില്ല. ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു, നിന്റെ ഈ കൂട്ടുകാരിയായിരിക്കും. മിസ്റ്റർ ഗാർഡനർ, ഞാനും ആ കാര്യം പറഞ്ഞു. നിങ്ങൾ ഡാലിയുടെ പുറത്ത് തൊട്ടാൽ ആ നിമിഷം നിങ്ങൾ കൊല്ലപ്പെടും. കൊള്ളാലോ. മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ ഈ സംസാരിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാവൂ? ഇത് എന്റെ സ്റ്റേഷനാണ്, എന്റെ അധികാരപരിധിപ്പെട്ട സ്ഥലമാണ്. ഇവിടെ ഈ മുറിയിൽ ഞാൻ പറയുന്നത് നടക്കൂ. നിനക്ക് സംശയമുണ്ടല്ലേ? മിസ്റ്റർ ഗാർഡനർ, അതൊക്കെ നിങ്ങളുടെ ധാരണയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഡാലിയുടെ പുറത്ത് നിങ്ങൾ തൊട്ടാൽ ഞാൻ ഈ സ്റ്റേഷൻ ഇല്ലാതാക്കും. ശടാ, നീ ഇതെന്തായി പറയുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗാർഡനർ ഒന്ന് വിരലിഞ്ഞൊടിച്ചതും 5-6 ആളുകൾ അകത്തേക്ക് വന്നു. കണ്ടാൽ തന്നെ അറിയാം അവന്മാര് ഒരു സംഭവമാണെന്ന്. ഒരു നിര ചെറുപ്പക്കാർ ആ മുറിക്കുള്ളിലേക്ക് കയറി. ആ ആളുകൾ മുറിക്കുള്ളിലേക്ക് കയറിയതും ഗാർഡനർ ഡസ്റ്റിനോട് പറഞ്ഞു, ഇവരൊക്കെ തൊട്ടടുത്ത ജയിലിലുള്ളവരാണ്. ജയിലിൽ നിന്ന് ഞാനിങ്ങ് ഇറക്കിയതാണ്. യുവമാരെ ഒരു പെണ്ണിനെ കണ്ടിട്ട് കുറെ വർഷങ്ങളായി. നിന്റെ കൂട്ടുകാരിയെ പോലെ ഒരു സുന്ദരിയെ യുവമാരെ ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഒന്ന് കാണാലോ. ഗാർഡനർ അത് പറഞ്ഞതും ആ ചെറുപ്പക്കാരെല്ലാം ഒന്നടങ്ങ ചിരി തുടങ്ങി. അവന്മാരൊക്കെ ജയിലിലെ സ്ഥിരം കക്ഷികളാണ്. ഗാർഡനർക്ക് വേണ്ടി എന്ത് കുറ്റവും ചെയ്യാൻ റെഡിയായിരിക്കുന്ന ആളുകളാണ്. ഗാർഡനർ ആ ഗുണ്ടകളെ ജയിലിൽ താമസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. സ്വിൻഡനിലെ ആ 4 സിറ്റികളിലും പലതരത്തിലുള്ള ഗുണ്ട പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനായി ഗാർഡനർ ജയിലിൽ നിന്ന് പലപ്പോഴും അവന്മാരെ പുറത്തിറക്കാറുണ്ട്. ജയിലിന് സമീപത്തുള്ള സ്റ്റേഷനിലേക്ക് മിക്കവാറും ഇവരെ ഇറക്കി അവിടെ എത്തുന്ന തടവുകളികളെ തല്ലിക്കുക എന്നുള്ളത് ഗാർഡനറുടെ സ്ഥിര പരിപാടിയാണ്. അങ്ങനെയാണ് ഗാർഡനർക്ക് ആ പേര് വീണത് തന്നെ, ചെകുത്താൻ ഗാർഡനർ എന്ന്. ആ ചെകുത്താൻ ഗാർഡനറുടെ ശിഷ്യന്മാരായ ആ തടവുപുള്ളികൾ ഒന്ന് ചിരിച്ചു. അതിനുശേഷം അവര് ഡ്രസ്സ് അഴിച്ചു തുടങ്ങി. ഇട്ടിരുന്ന ഷർട്ട് അടിച്ചു കഴിഞ്ഞ അവമാർ അതിനുശേഷം ഡാലിയുടെ മുന്നിലേക്ക് വന്നു. ഹലോ സാർ, ഇവളൊരു അതിസുന്ദരിയാണല്ലോ. ഡാലിയ നിക്കോൾസനെ പോലെ ഒരു സുന്ദരിയെ അവർ ആദ്യമായാണ് കാണുന്നത്. ആ ഡയലോഗ് പറഞ്ഞുകൊണ്ട് അവമാർ മുന്നോട്ട് നീങ്ങിയതും പെട്ടെന്ന് ഡസ്റ്റിൻ ചാടി എണീറ്റു. ഡസ്റ്റിന്റെ കയ്യിലും കാലിലും വിലങ്ങൾ ഇട്ടിട്ടുണ്ട്. ചാടി എണീറ്റ ഡസ്റ്റിൻ കൈകാലും ഒന്ന് അനക്കി. അൺബിലീവബിൾ എന്ന് വിളിക്കാൻ കഴിയുന്ന ശൈലിയിൽ ഒരു കാര്യമാണ് തുടർന്ന് സംഭവിച്ചത്. ഡസ്റ്റിന്റെ കയ്യിലെയും കാലിലെയും വിലങ്ങുകൾ ചിതറിത്തെറിച്ചു. ഡസ്റ്റിൻ റിയാസിൽ നിന്ന് ഏകദേശം ഒരു 5 അടി മാത്രം മുന്നിൽ നിൽക്കുകയാണ് സാക്ഷാൽ ഗാർഡനർ. ഗാർഡനർ ആ കാഴ്ച കൃത്യമായി കണ്ടു. ഡസ്റ്റിൻ റിയാസിന്റെ കയ്യില് വിലങ്ങുകളും ചിതറിത്തെറിക്കുന്നത്. ഡസ്റ്റിന്റെ വിലങ്ങുകൾ ചിതറിത്തെറിച്ച ആ നിമിഷത്തിനെ ഡസ്റ്റിൻ തിരിഞ്ഞ് ഡാലിയുടെ കയ്യിലെ വിലങ്ങിൽ ഒന്ന് പിടിക്കുന്നതും കാലിലെ വിലങ്ങിൽ ഒന്ന് ചവിട്ടുന്നതും ഗാർഡനർ കണ്ടു. അടുത്ത നിമിഷം ഗാർഡനർ കാണുന്നത് ഡസ്റ്റിനൊപ്പം നിൽക്കുന്ന ഡാലിയാണ്. ഡാലിയുടെ കയ്യിലും കാലിലും വിലങ്ങില്ല. ശരിക്കും ആ കാഴ്ച ആ ഷർട്ടുകൾ ഊരിയിട്ട ആ ഗുണ്ടകളെയും വളരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ശക്തനാണ് ഡസ്റ്റിൻ റിയാസ് എന്ന് ഒരു തോന്നൽ ഗാർഡനർക്ക് ഉണ്ടായതും ഗാർഡനർ കണ്ണുകൾ ആ ഗുണ്ടകളിൽ പതിഞ്ഞു. അതിന്റെ അർത്ഥം മനസ്സിലായ ആ ഗുണ്ടകൾ മുന്നോട്ട് കുതിച്ചതും ഡസ്റ്റിൻ തറയിൽ ആഞ്ഞൊന്ന് ചവിട്ടി. ഡസ്റ്റിൻ തറയിൽ ആഞ്ഞൊന്ന് ചവിട്ടിയതും പെട്ടെന്ന് തറയിലൊരു വേവ്സ് ഉണ്ടാവുകയാണ്. തറ ഒന്ന് വിറച്ചു. ആ വിറയിലിൽ ആ ഷർട്ട് ഊരിയിട്ട ആ ഗുണ്ടകൾ ദൂരേക്ക് തെറിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ആ ഗുണ്ടകൾക്ക് ഒരു പിടിയുമില്ല. അവർക്കിപ്പോ പരസ്പരം കാണാം. അടുത്ത് കിടക്കുന്ന ആളുകൾ തല പൊട്ടി തറയിൽ കിടക്കുന്നതാണ് പലരും കാണുന്നത്. അവരെ എല്ലാവരും ചുവരിലിടിച്ച് താഴേക്ക് വീഴുകയായിരുന്നു. നിന്ന സ്ഥലത്ത് നിന്ന് അവർ പുറകോട്ട് തെറിച്ചു എന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും അമ്പരന്ന് പോയ ഗാർഡനർ ഡസ്റ്റിനോട് ചോദിച്ചു, ആരാ നീ? ആ ചോദ്യത്തിന് ഡസ്റ്റിന്റെ മറുപടി മിന്നൽ വേഗതയിലുള്ള ഒരു ചവിട്ടാണ്. ഡാലിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഡസ്റ്റിൻ എപ്പോഴാണ് ഗാർഡനറുടെ മുന്നിൽ വന്നതെന്നും ചവിട്ടിയെന്ന് മാത്രം ഗാർഡനർക്ക് മനസ്സിലായില്ല. ചവിട്ടേറ്റ ഗാർഡനർ തെറിച്ച് ചുവരിലിടിച്ച് താഴേക്ക് വീണു. താഴേക്ക് വീണ ഗാർഡനർ അന്നവിട്ട് ഡസ്റ്റിൻ നോക്കുമ്പോൾ ഡസ്റ്റിൻ അയാളുടെ തൊട്ട് മുന്നിലുണ്ട്. ഡസ്റ്റിൻ അയാളുടെ കയ്യിൽ ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. നിന്നോട് ഞാൻ പറഞ്ഞതാണ് അവളുടെ പുറത്തു തുടരുന്നത്. അങ്ങനെ പറഞ്ഞ ഡസ്റ്റിൻ ഗാർഡനറുടെ കയ്യിൽ ഒരൊറ്റ ചവിട്ട്. ആ ചവിട്ടിൽ ഗാർഡനറുടെ വലത് കൈ പൊട്ടുന്ന ശബ്ദം കൃത്യമായി കേൾക്കാം. ശരിക്കും ഒരു അമ്പരപ്പ് ആ മുറിയിൽ മുഴുവനുണ്ട്. ഗാർഡനറുടെ വലത് കൈ ചവിട്ടി ഓടിച്ച ഡസ്റ്റിൻ അടുത്ത കാലുയർത്തി നിന്ന് ഡാലിയ ഓടി ഡസ്റ്റിന് അടുത്തെത്തി. ഡാലിയ ഡസ്റ്റിനെ കയറി പിടിച്ചു. ഡസ്റ്റിൻ അരുത്. ഡസ്റ്റിൻ ഗാർഡനറെ ചവിട്ടി കൊന്നാൽ കൊല്ലപ്പെടുന്നത് ഗാർഡനർ അല്ല, ആ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ്. പോലീസ് സ്റ്റേഷനകത്ത് കയറി പോലീസ് ഇൻസ്പെക്ടറെ ആക്രമിച്ചാലുള്ള പ്രശ്നത്തെക്കുറിച്ച് ഡാലിക്ക് നല്ല ധാരണയാണ്. ഇപ്പൊ തന്നെ ഇൻസ്പെക്ടറെ ആക്രമിച്ചു കഴിഞ്ഞു. ഇൻസ്പെക്ടറെ കൊല്ലുകൂടി ചെയ്താലോ പ്രശ്നം വലുതാകും. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഡാലിയ ഡസ്റ്റിനെ കയറി പിടിച്ചത്. ഡസ്റ്റിനെ ഇടത് കൈയിൽ ഡാലിയ കയറി പിടിച്ചിരിക്കുകയാണ്. ഡസ്റ്റിനെ ഇടത് കൈയിൽ പിടിച്ച് ഗാർഡനർ അടുത്തുനിന്ന് ഡാലിയ ഡസ്റ്റിനെ പിടിച്ചു മാറ്റിയതും ഗാർഡനർ സാവധാനം ഒന്ന് എണീറ്റു. അയാളുടെ വയറിൽ നല്ല പെയിൻ അനുഭവപ്പെടുന്നുണ്ട്. കയ്യിലും ഒരു ചവിട്ട് അയാൾക്ക് വയറ്റിലും ഒരു ചവിട്ട് അയാളുടെ കയ്യിലാണ് കെട്ടിയിരിക്കുന്നത്. ആ ചവിട്ടേറ്റ് അയാളുടെ വലത് കൈ ഏതാണ്ട് ഒടിഞ്ഞതുപോലെയാണ്. ഗാർഡനർക്ക് ചെകുത്താൻ എന്ന പേര് വീണിട്ട് കാലം ഒരുപാടായി. അയാൾ ഒരിക്കലും വിചാരിച്ചിരുന്നല്ല
അയാളുടെ സാമ്രാജ്യത്തിനുള്ളിൽ വെച്ച് അയാളെ ആരെങ്കിലും ഈ ശൈലിയിൽ ആക്രമിക്കുമെന്ന്. ഒരു നിമിഷത്തെ അമ്പരപ്പിന് ശേഷം അയാൾ ഡസ്റ്റിനോട് പറഞ്ഞു, ഇടാ നീ തീർന്നു. നീ ആരെയാണ് കൈവച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് എന്റെ സാമ്രാജ്യമാണ്, എന്റെ ടെറിറ്ററിയാണ്. ഇവിടെ നിന്ന് നീ ജീവനോടെ പുറത്തു പോകില്ല. ഡസ്റ്റിൻ അതിന് മറുപടി പറയാനായി വാ തുറന്നതും പെട്ടെന്ന് ഒത്തിരി ആളുകൾ അങ്ങോട്ടേക്ക് ഓടി വന്നു. ഓടി വന്ന ആളുകളുടെ ഏറ്റവും മുന്നിലുള്ളത് സാക്ഷാൽ നടാഷ ഹാർമണാണ്. അകത്തേക്ക് ഓടി വരുമ്പോൾ തന്നെ നടാഷ ചോദിക്കുകയാണ്, ഡസ്റ്റിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് നടാഷ അകത്തേക്ക് വരുമ്പോ ഗാർണർ നടാഷയോട് ചോദിച്ചു, മിസ് നടാഷ, എന്താ ഇത്? നിങ്ങൾ എവിടേക്കാ കയറി വരുന്നത്? ഇത് ഇൻട്രോഗേഷൻ റൂമാണ്. എന്ത് ഇൻട്രോഗേഷൻ? മിസ്റ്റർ ഗാർണർ, ഈ നിമിഷം നിങ്ങൾ ഡസ്റ്റിനെ മോചിപ്പിക്കണം. നടാഷ, നിങ്ങൾ അതിര് കടക്കുകയാണ്. നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്നത്. അങ്ങനെ ഗാർണർ പറയുമ്പോ നടാഷയുടെ പുറകിൽ ഒത്തിരി ആളുകളുണ്ട്. ഹാർമൺ കുടുംബത്തിന്റെ സെക്യൂരിറ്റി സ്റ്റാഫുകളാണ് കൂടെ ഉള്ളത്. അവർ സ്റ്റേഷനകത്തേക്ക് അതിക്രമിച്ച് കയറിയിരിക്കുകയാണ്. എത്ര ശക്തരാണെന്ന് പറഞ്ഞാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നടാഷ ചെയ്തിരിക്കുന്നത്. അക്കാര്യം ഗാർണർക്ക് 100% ഉറപ്പാണ്. മിസ്റ്റർ ഗാർണർ, നിങ്ങൾ ചെയ്തത് മുഴുവൻ തെറ്റാണ്. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത്. നടാഷ, ആരെ അറസ്റ്റ് ചെയ്യണം, ആരെ അറസ്റ്റ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് ഞാനാണ്. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നിങ്ങളല്ല. ആഹാ മിസ്റ്റർ ഗാർണർ, നിങ്ങൾ മാത്രം തീരുമാനിച്ചോ മതിയോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് മറ്റൊരാൾ കൂടി അകത്തേക്ക് വന്നു. അകത്തേക്ക് കയറി വന്നത് സാക്ഷാൽ ഹണ്ടർ ആൻഡേഴ്സൺ ആണ്. അയാൾക്കൊപ്പം വേറെ ആളുകളുണ്ട്. മിസ്റ്റർ ഹണ്ടർ, നിങ്ങളെന്താ ഇവിടെ? ഗാർണർ, എന്റെ അടുത്ത് വേറെ ഇറക്കണ്ട. ഞാൻ നിന്നോട് ഫോണിൽ പറഞ്ഞതാണ് ഡസ്റ്റിനെ പുറത്തു വിടണമെന്ന്. നീ എന്താ പൊട്ടം കളിക്കുകയാണോ? മിസ്റ്റർ ഹണ്ടർ, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. തെറ്റിദ്ധരിക്കുന്നു? നീ ഡസ്റ്റിനെ അറസ്റ്റ് ചെയ്തതല്ലേ, എന്നിട്ട് തെറ്റിദ്ധരിക്കുന്നു? മിസ്റ്റർ ഹണ്ടർ, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. ചോദ്യം ചെയ്യാനായിട്ട് ഡസ്റ്റിനെ വിളിപ്പിച്ചു എന്നുള്ള സത്യമാണ്. ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായി ഞാൻ വിടുമല്ലോ. അതുമല്ല, നിങ്ങൾ എന്നെ ഭയപ്പെടുത്താനാണ് ഭാവമെങ്കിൽ മിസ്റ്റർ ഹണ്ടർ, ഞാനങ്ങനെ ഭയക്കുന്നവനല്ല എന്ന് നിങ്ങൾ മറക്കരുത്. നീ ഭയക്കില്ലെന്ന്. മിസ്റ്റർ ഹണ്ടർ, ഞാൻ മിസ്റ്റർ ഗില്ലറിന്റെ സണ്ണിലാണെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. മിസ്റ്റർ ഗില്ലർ എന്ന് അയാൾ പറഞ്ഞത് സിൻഡനിലെ മേയറെ കുറിച്ചാണ്. സിൻഡനിലെ മേയറുടെ മകളുടെ ഭർത്താവ് എന്നുള്ള ആ ലേബല് കൂടി ഇൻസ്പെക്ടർ എടുത്ത് ഉപയോഗിക്കുകയാണ്. മിസ്റ്റർ ഗാർണർ, നിങ്ങൾ ആരാണ് എന്നുള്ളതൊന്നും എന്റെ വിഷയമല്ല. അങ്ങനെ പറഞ്ഞിട്ട് ഹണ്ടർ തോക്കെടുത്ത് ഗാർണർക്ക് നേരെ പിടിച്ചു. മിസ്റ്റർ ഹണ്ടർ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നോക്ക് ഗാർണർ, ഞാൻ 3 വരെ എണ്ണം. അതിനിടയിൽ നിങ്ങൾ ഡസ്റ്റിനെ വിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹണ്ടർ എണ്ണാൻ തുടങ്ങി. 3, 2, 1 ഒന്നെന്ന് പറഞ്ഞ നിമിഷത്ത് തന്നെ ഹണ്ടർ വെടിവെക്കുകയും ചെയ്തു. ഒരു വെടിയുണ്ട് നേരെ എതിരെ നിൽക്കുന്ന ഗാർണറുടെ ചെവി തൊട്ടങ്ങ് കടന്നുപോയി. ചെവി തൊട്ടാണ് കടന്നുപോയത്. അതിന്റെ ഫലമായിട്ട് ചെവിയുടെ ഒരു ചെറിയ പാർട്ട് അടരുകയും ചെയ്തു. ചെവിട് പൊട്ടിപ്പോകുന്ന ശബ്ദത്തോടു കൂടിയാണ് ആ വെടിയുണ്ട ഗാർണറുടെ ചെവിക്ക് ചേർന്ന് കടന്നുപോയത്. ഗാർണർ ശരിക്കും വരണ്ടുപോയി. ഹണ്ടർ തോക്ക് ഗാർണറുടെ നെറ്റിക്ക് നേരെ ചൂണ്ടി. എനിക്ക് ഇനി ഉന്നം തെറ്റില്ല. നേരത്തെ ഉന്നം ലേശ തെറ്റിപ്പോയെന്നാണ് ഹണ്ടർ പറഞ്ഞത്. അടുത്ത വെടി കൃത്യം ഗാർണറുടെ നെറ്റി തന്നെ കൊള്ളുമെന്നാണ് ഹണ്ടർ പറഞ്ഞതിന്റെ അർത്ഥം. ഹണ്ടർ അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് അനവധി ആളുകൾ അകത്തേക്ക് വരുന്ന ശബ്ദം കേട്ടു. ഒരു പ്രായമുള്ള മനുഷ്യനും 4-5 ആളുകളുമാണ് അകത്തേക്ക് വന്നത്. അകത്തേക്ക് വന്ന ആളെ കണ്ടതും ഗാർണർക്ക് സന്തോഷമായി. അച്ഛാ, അങ്ങനെ വിളിച്ചുകൊണ്ട് ഗാർണർ പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് ഓടിച്ചു. വന്നത് മേയർ ഗില്ലർ തന്നെയാണ്. മിസ്റ്റർ ഗില്ലർ അകത്തേക്ക് വന്നപ്പോ ഡാലിയൻ നിക്കോൾസിന്റെയും നടാഷയുടെയും മുഖം ഒന്ന് മങ്ങി. ഹണ്ടർ ആൻഡേഴ്സന്റെ ഹീറോയിസം വഴി ആ മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുമെന്ന് ഡാലിയൻ നിക്കോൾസൺ കരുതിയപ്പോഴാണ് മേയർ ഗില്ലർ തന്നെ അങ്ങോട്ട് വന്നത്. മേയറുടെ മരുമകനാണ് ഇൻസ്പെക്ടർ ഗാർണർ. ഗാർണർക്ക് ശക്തമായ ഒരു സപ്പോർട്ട് ഇതാ കിട്ടിയിരിക്കുകയാണ്. എന്താ വിഷയം? വന്നോട് തന്നെ ഗില്ലർ അങ്ങനെ ചോദിച്ചത്, അച്ഛാ, ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരാളെ പിടിച്ചുകൊണ്ട് വന്നതാണ്. അയാളെ ഞാൻ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോ മിസ് നടാഷയും മിസ്റ്റർ ഹണ്ടറും കൂടി ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അച്ഛാ, ഇവർ നിയമം കൈയെടുക്കുകയാണ്. ഗാർണർ അത് പറഞ്ഞതും ഗില്ലർ കൈ നിവർത്തി ഒരു അറ്റിയാടി. ഗാർണറുടെ കവിളിൽ തന്നെ ആ അടി പതിഞ്ഞു. ശരിക്കും പ്രായമുള്ള മനുഷ്യരാണ് മിസ്റ്റർ ഗില്ലർ എന്ന് പറയുന്നത്. എന്നിട്ടും ഗില്ലറുടെ അടിയുടെ ശക്തി ഗാർണറെ ഒന്ന് തെറിപ്പിച്ചു. ഗാർണർ 3-4 അടി പുറകോട്ട് മാറുകയാണ്. അച്ഛാ, എന്നെന്തിനാ തല്ലിയേ? ഇടാ, നീ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത്. നിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നിന്റെ പേരിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ നീ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു. നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനമാണ് മേയറുടെ ഭാഗത്തുനിന്നുണ്ടായത്. മേയറുടെ മകളുടെ ഭർത്താവായ ഗാർണറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മേയർക്ക് ഡയറക്റ്റായി തീരുമാനം എടുക്കാൻ കഴിയുന്ന ആ കാര്യം മേയർ എടുത്തിരിക്കുകയാണ്. അത്രയും പറഞ്ഞതിന് ശേഷം മേയർ കൂടെ വന്ന ഗാർഡുകളോട് പറഞ്ഞു, ഇവനെ അറസ്റ്റ് ചെയ്യും. ഇവനെ മാത്രമല്ല,
ഇവരോടൊപ്പമുള്ള ഈ മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്യും. ഗാർണർക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ മേയർക്കൊപ്പം വന്ന സെക്യൂരിറ്റി ഗാർഡുകൾ ഗാർണറെയും ആ മുറിയിൽ ഉണ്ടായിരുന്ന ബാക്കി ആളുകളെയൊക്കെ പൊക്കിയെടുത്തു. അതിനുശേഷം അവർ പുറത്തേക്ക് പോയതും മിസ്റ്റർ ഗില്ലർ നടന്ന് ഡസ്റ്റിനടുത്തെത്തി. മിസ്റ്റർ ഡസ്റ്റിൻ റിയാസ്, അതെ ഞാനാണ് ഡസ്റ്റിൻ റിയാസ്. സോറി മിസ്റ്റർ ഗില്ലർ, അങ്ങനെ പറയണ്ട. നിങ്ങൾ വളരെ സമർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്തു. നിങ്ങളുടെ മരുമകനാണെന്ന് അറിഞ്ഞിട്ടും ഗാർഡർക്കെതിരെ നടപടിയെടുത്തത് ശരിക്കും അഭിനന്ദനാർഹമായ കാര്യമാണ്. മിസ്റ്റർ ഡസ്റ്റിൻ, താങ്കൾ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഗില്ലർ പുറത്തേക്ക് ഇറങ്ങി. ഗില്ലർക്കൊപ്പം ഹണ്ടർ പുറത്തേക്ക് ഇറങ്ങി. ഗില്ലർക്ക് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് മിൽസ്ബർഗിൽ നിന്ന് ഗവർണറുടെ കോള് വന്നത്. കോള് വിളിച്ചത് ഗവർണർ നേരിട്ടാണ്. ഗവർണർ ഒരു കാര്യം മാത്രമാണ് ഗില്ലറോട് ആവശ്യപ്പെട്ടത്. ഡസ്റ്റിൻ റിയാസിന് ഒന്നും സംഭവിക്കരുത്. അറ്റ് എനി കോസ്റ്റ് ഡസ്റ്റിൻ റിയാസിനെ ഗാർഡിനടുത്ത് നിന്ന് മോചിപ്പിക്കണം. അതാണ് ഗവർണർ പറഞ്ഞത്. മിൽസ്ബർഗിലെ ഗവർണർ നേരിട്ട് വിളിച്ചു പറഞ്ഞ കാര്യമാണ്. സാധാരണഗതിയിലോ അസാധാരണഗതിയിലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഗവർണർ അങ്ങനെ ഒരു കാര്യം നേരിട്ട് പറയണമെങ്കിൽ ഡസ്റ്റിൻ റിയാസ് അത്രയും വേണ്ടപ്പെട്ട ഒരാളാകും. ശരിക്കും ഒരു VIP ആകും. അത് മനസ്സിലാക്കിയാണ് മേയർ ഓടി സ്റ്റേഷനിൽ വന്നത്. അവിടെ എത്തുന്നതിനിടയിൽ മരുമകന്റെ ചെയ്തികളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അയാൾ ശേഖരിച്ചിരുന്നു. അതുകൊണ്ടാണ് വന്ന ഉടൻ മരുമകനെ സസ്പെൻഡ് ചെയ്തത്. നടാഷയ്ക്കൊപ്പം വന്ന ടീമുകളും ഹണ്ടർ ആൻഡേഴ്സിനൊപ്പം വന്ന ടീമുകളും ഒക്കെ പുറത്തിറങ്ങിയപ്പോ ഇപ്പൊ ആ മുറിയിൽ അവശേഷിക്കുന്നത് നടാഷ ഹാർമണും ഡസ്റ്റിൻ റിയാസും ഡാലിയ നിക്കോൾസനുമാണ്. എല്ലാവരും പുറത്തു പോയി കഴിഞ്ഞതും നടാഷ ഹാർമൺ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ ഇവിടെ സുഖവാസത്തിലായിരുന്നല്ലേ? അല്ല, അതെന്താ നടാഷ അങ്ങനെ ചോദിച്ചു? അല്ല, നിങ്ങൾ ഇങ്ങനെ കൈകൾ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടോ ചോദിച്ചു പോയതാണ്. നടാഷ ഹാർമന്റെ ആ കമന്റ് കേട്ടപ്പോഴാണ് ഡസ്റ്റിൻ യഥാർത്ഥത്തിൽ അയാളുടെ കൈയിലേക്ക് നോക്കുന്നത്. ഡസ്റ്റിൻ റിയാസും ഡാലിയ നിക്കോൾസനും കൈകൾ ചേർത്ത് പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. സത്യത്തിൽ നേരത്തെ ഡാലിയ നിക്കോൾസൺ ഗാർണറെ കൊല്ലാൻ ശ്രമിച്ച ഡസ്റ്റിനെ കൈകൊണ്ട് പിടിച്ചു മാറ്റിയതാണ്. ആ നിമിഷം മുതൽ ഡാലിയ ഡസ്റ്റിന്റെ കയ്യിൽ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. കൈയിലേക്ക് നോക്കി ഡസ്റ്റിൻ അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഡസ്റ്റിൻ പെട്ടെന്ന് കൈയെടുത്തു. ഡാലിയും അപ്പോഴാണ് ശ്രദ്ധിച്ചത്. കൈയെടുത്ത ഡസ്റ്റിൻ പറഞ്ഞു, നടാഷ അങ്ങനെയല്ല, ഇവിടെ ഡാലിയ ഒറ്റയ്ക്കായി പോയപ്പോ ഒറ്റയ്ക്കായി പോയത് കൊണ്ട് ഡാലിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. നടാഷ അങ്ങനെ പറയാതെ. ഡസ്റ്റിൻ, നിങ്ങൾ ഞാൻ ഇങ്ങനെ കരുതിയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലേ ബോയ് ആകരുത്. കാണുന്ന സ്ത്രീകളുടെ അടുത്തേക്ക് കൊഞ്ചു കുഴിയുന്ന ഒരു സാധാരണ പ്ലേ ബോയെ പോലെ നിങ്ങളെ കാണേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് നടാഷ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡാലിയുടെ അടുത്ത് നിൽക്കുന്ന ഡസ്റ്റിൻ പെട്ടെന്ന് വാതിൽ നേരെ ഓടി. വാതിൽ അടുത്തെത്താറായപ്പോ ഡസ്റ്റിൻ തിരിഞ്ഞ് ഡാലിയോട് പറഞ്ഞു, ഡാലിയ ഒരു ടാക്സി പിടിച്ച് പൊക്കോളണേ. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ പുറത്തേക്ക് ഓടുകയാണ്. ഡാലിയ നിക്കോൾസന് കഥ മനസ്സിലായി. ഡാലിയും നടാഷയും ഇതിൽ ആരടുത്താണ് ഡസ്റ്റിന് കൂടുതൽ സ്നേഹമെന്ന് അറിയാനായി നടാഷ ഇറക്കിയ ഒരു നാടകമാണ്. നടാഷയുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാതെ ഡസ്റ്റിൻ നടാഷ പുറകെ ഓടിയതാണെന്ന് ഡാലിക്ക് നന്നായിട്ട് അറിയാം. ഡസ്റ്റിൻ റിയാസ് ഓടി പുറത്തെത്തുമ്പോ നടാഷ സ്റ്റേഷന് മുൻപിൽ നിൽപ്പുണ്ട്. നടാഷയുടെ അടുത്ത് ഓടിയെത്തിയ ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നടാഷ എന്താ ഇങ്ങനെ? നടാഷ ഒന്നും മിണ്ടാതെ ഡസ്റ്റിൻ തന്നെ നോക്കി നിൽക്കുമ്പോ ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നടാഷ ഞാൻ അതൊക്കെ നേരത്തെ വിട്ടതാണ്. എനിക്ക് നീ വിചാരിക്കും പോലെ ഡാലിയോട് അങ്ങനെ ഒരു അടുപ്പവുമില്ല. എന്റെ മുൻ ഭാര്യയാണ് ഡാലിയ. എന്നെ അറസ്റ്റ് ചെയ്തപ്പോ അവളെ കൂടി പോലീസ് പിടിച്ചതാണ്. ഞാൻ കാരണമാണ് അവൾ അറസ്റ്റായത്. അവളെ സംരക്ഷിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്. അത് മാത്രമാണ് ഉണ്ടായത്. അതല്ലാതെ എനിക്ക് ഡാലിയോട് ഒരു അടുപ്പവുമില്ല. ഡസ്റ്റിൻ റിയാസ് അങ്ങനെ പറഞ്ഞതും നടാഷ ചിരിച്ചു. ചെറിയ ചിരിയല്ല, ഒരു വലിയ ചിരിയാണ്. നടാഷയുടെ മുഖത്ത് ആ ചിരി ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അത് കണ്ടപ്പോ ഡസ്റ്റിന് സന്തോഷമായി. ഡസ്റ്റിന്റെ മുഖത്ത് സന്തോഷം കണ്ടതും നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോയാലോ? നടാഷ അത് വേറൊരു അവസരത്തിലാകാം. എനിക്കിപ്പോ ഒരാളെ കാണണം. അങ്ങനെ നടാഷയോട് പറഞ്ഞിട്ട് ഡസ്റ്റിൻ പുറത്തേക്ക് നീങ്ങി. ഈ രംഗം കഴിഞ്ഞ് ഏകദേശം ഒരു 30 മിനിറ്റ് ആയി കാണും. ആ സമയത്ത് ഡ്യൂവാൻ വെൽഷിന്റെ വസതിയിൽ അയാൾ ഒരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഡ്യൂവാൻ വെൽഷിന്റെ തൊട്ടു മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ട്. ഒരു സുമുഖനായ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന്റെ തൊട്ടു പുറകിലായി 2 യുവതികൾ നിൽപ്പുണ്ട്. ആ 2 പേരും ആ ചെറുപ്പക്കാരന്റെ ബോഡി ഗാർഡുകളാണെന്ന് വ്യക്തമാണ്. ആയുധധാരികളായ ലേഡി ബോഡി ഗാർഡുകൾ. മുന്നിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനോട് ഡ്യൂവാൻ വെൽഷൻ സംസാരിക്കുകയാണ്. മിസ് ഒലിവർ, ഞാൻ ഈ രാത്രി നിങ്ങളെ വിളിച്ചു വരുത്തിയത് ശരിക്കും നല്ലൊരു ബിസിനസ് നിങ്ങളോട് സംസാരിക്കാനാണ്. മിസ്റ്റർ ഡ്യൂവാൻ, നിങ്ങൾ ഈ കഥ തന്നെ കുറെ നേരമായിട്ട് പറയുകയാണല്ലോ, എന്നിട്ട് റിസൾട്ട് ഒന്നും വരുന്നില്ലല്ലോ. മിസ്റ്റർ ഒലിവർ, നിങ്ങൾ വിഷമിക്കാതെ, ഇപ്പൊ എന്റെ ആളെത്തും. അയാൾ ഉറപ്പായിട്ടും ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവരും. നിങ്ങൾ ഈ പ്രിസ്ക്രിപ്ഷനെ കുറിച്ച് കുറെ നേരമായിട്ട് പറയുന്നല്ലോ. എന്താ അതിന്റെ പ്രത്യേകത? മിസ്റ്റർ ഒലിവർ വില്യം, സത്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ജെമിഫൻ എന്ന പേരുള്ള ഒരു ഗുളികയുടെ പ്രിസ്ക്രിപ്ഷനാണ് ഇപ്പോ എന്റെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. ജെമിഫനോ? എന്താ അതിന്റെ പ്രത്യേകത? മിസ് ഒലിവർ, ആ ഗുളിക കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അസുഖവും മാറും.
സർവ രോഗ സംഹാരി എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഗുളിയെ വിളിക്കാം. മിസ്റ്റർ ഡുവാൻ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എല്ലാ രോഗങ്ങളുടെ പ്രതിവിധിയായിട്ടും ഒരു ഗുളികയും? മിസ്റ്റർ ഒലിവർ, പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. നമ്മൾ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ടാബ്ലറ്റ് ആണ് ഈ ജെമിഫൻ. അത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ തടസ്സങ്ങളും മാറും. ശരിക്കും നമ്മൾ ശക്തരാകും. നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങളൊക്കെ മാറും. നമ്മൾ ശരിക്കും ശക്തരായി കഴിഞ്ഞാൽ അത് നമുക്ക് ഫീൽ ചെയ്യും. സത്യത്തിൽ എനിക്കത് ഫീൽ ചെയ്തു. ഓഹോ, അത്രയും നല്ല ഗുളികയാണോ? അങ്ങനെ ഒരു ടാബ്ലറ്റ് എനിക്കിതാ. ഒലിവർ, ആ ടാബ്ലറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ആ പ്രിസ്ക്രിപ്ഷൻ കിട്ടിയാൽ ഉറപ്പായി ഞാൻ ടാബ്ലറ്റ് ഉണ്ടാക്കും. ആദ്യത്തെ ടാബ്ലറ്റ് ഉറപ്പായി ഞാൻ നിങ്ങൾക്ക് തന്നെ തരും. എന്നാ കൊള്ളാം. മിസ് ഒലിവർ, നിങ്ങളുടെ സഹായം എനിക്ക് വേണം. എനിക്കറിയാം നിങ്ങൾ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന്. എന്റെ അച്ഛന്റെ സഹായം കിട്ടാനാണ് നിങ്ങൾ എന്നെ കമ്പനി അടിക്കുന്നതെന്ന് എനിക്കറിയാം. പേടിക്കണ്ട, ഞാൻ അച്ഛനോട് ഈ കാര്യം പറയാം. ബൗൾഡർ ഹോൺ എന്ന മാർഷൽ ആർട്സ് സംഘടനയുടെ തലപ്പത്തുള്ള വില്യംസിന്റെ മകനാണ് ഒലിവർ വില്യംസ്. ഒലിവർ വില്യംസിനെ ആ രാത്രിയിൽ ഡ്യൂവാൻ വെൽഷ് വിളിച്ചു വരുത്തിയതും ആ കാരണം കൊണ്ടാണ്. മാർഷൽ ആർട്സ് മേഖലയിൽ ജെമിഫൻ ഉപയോഗിച്ചു തുടങ്ങിയാൽ സ്വാഭാവികമായിട്ട് അതൊരു തരംഗം ഉണ്ടാക്കും. ആ തരംഗം ആ ബിസിനസ് വലുതാക്കും. ആ ബിസിനസ്സിന് കോടിക്കണക്കിന് ടാബ്ലറ്റ് വിറ്റഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. രോഗികൾക്ക് വേണ്ടിയാണ് ആ ടാബ്ലറ്റ് ഉണ്ടാക്കുന്നതെങ്കിലും സത്യത്തിൽ വിൽക്കാൻ പോകുന്നത് സൈനികർക്കിടയിലായിരിക്കും. ലോകത്തെമ്പാടുമുള്ള സൈനികർക്ക് ആ ജെമിഫൻ ഉണ്ടാക്കാൻ കഴിയുന്ന ഗുണം അത് കൃത്യമായിട്ടും ഡ്യൂവാൻ വെൽഷ് മനസ്സിൽ കാണുകയാണ്. സൈനികർ മുഴുവൻ ആയുധങ്ങൾ വാങ്ങുന്ന പോലെ ജെമിഫൻ വാങ്ങിച്ചു തുടങ്ങുന്ന ആ കാലഘട്ടം, അതാണ് ഡ്യൂവാൻ വെൽഷ് മനസ്സിൽ കാണുന്ന ആ ദിവസം. അങ്ങനെ ഒരു കച്ചവടം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഡ്യൂവാൻ വെൽഷിന്റെ സമ്പത്ത് വർദ്ധിക്കും. അത് സ്വപ്നം കണ്ടുകൊണ്ടാണ് അയാൾ ഡസ്റ്റിന്റെ കയ്യിൽ നിന്ന് ആ പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ ഒരു ശ്രമം നടത്തിയിരിക്കുന്നത്. ഡ്യൂവാൻ വെൽഷും ഒലിവറും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഗാർഡ് ഓടി അകത്തേക്ക് വന്നു. സാർ, പ്രശ്നമാണ്. എന്തു പ്രശ്നം? സാർ, നമ്മുടെ ഗാർഡനിൽ ആളുകളെയൊക്കെ ആരോ ആക്രമിക്കുകയാണ്. ആരാ ആക്രമിക്കുന്നത്? ആർക്കാനുള്ള ധൈര്യം നമ്മുടെ ഗാർഡനിൽ കയറി ആക്രമിക്കാൻ? സാർ, ഒരാളാണ് ആക്രമിക്കുന്നത്. ഒരാളെ ആക്രമിച്ചിട്ട് അയാളെ തടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലേ? സാർ, അയാൾ ശരിക്കും ശക്തനാണ്. ശക്തനോ? നിങ്ങളെ ഗാർഡുകൾ വെറും ഗാർഡുകൾ അല്ലല്ലോ, മിടുക്കരായ ആളുകളിലെ ഞാൻ ഗാർഡുകളൊക്കെ വെച്ചിരിക്കുന്നത്. നിങ്ങളെയൊക്കെ ആക്രമിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളോ? സാർ തന്നെ കാണും സാർ. അങ്ങനെ ആ ഗാർഡ് പറഞ്ഞപ്പോ ഒലിവറോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡ്യൂവാൻ വെൽഷ് പുറത്തിറങ്ങി. ഡ്യൂവാൻ വെൽഷ് ആ വീടിന്റെ സെൻട്രലിലുള്ള മുറിയിൽ നിന്ന് പുറത്തിറങ്ങി 1-2 കോറിഡോറുകൾ കഴിഞ്ഞ് മുൻവശത്തെ സ്വീകരണ മുറി കൂടി ഇപ്പോ ഏറ്റവും മുന്നിലേക്ക് വരികയാണ്. മുന്നിലേക്ക് നടന്നു വരുന്ന അയാൾക്ക് ഒരു കാഴ്ച ആ ഇരുട്ടത്ത് കാണാം. ആ വീടിന്റെ മുൻഭാഗത്തുള്ള പൂന്തോട്ടത്തിലൂടെ ഒരാൾ നടന്നു വരുന്നതാണ് ഡ്യൂവാൻ വെൽഷ് കാണുന്നത്. ആ ആള് മുന്നോട്ട് നടന്നു വരുമ്പോൾ അയാൾക്ക് ചുറ്റും ഒരു പ്രകാശ വലയമുണ്ട്, ഒരു ഊർജത്തിൻ്റെതായ വലയം. ആ വലയത്തിനടുത്തേക്ക് ഓടിയെത്തുന്ന ഗാർഡുകൾ തെറിക്കുന്ന കാഴ്ചയാണ് ഇപ്പോ ഡ്യൂവാൻ വെൽഷ് കാണുന്നത്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച. എന്താണ്, ആരാണെന്നൊക്കെയുള്ള ചിന്ത ഡ്യൂവാൻ വെൽഷിന്റെ മനസ്സിലേക്ക് വരുമ്പോഴേക്കും ആ മനുഷ്യൻ നടന്ന് പോർട്ടിക്കോയിൽ എത്തിക്കഴിഞ്ഞു. പോർട്ടിക്കോയിൽ എത്തിയ വ്യക്തിയെ കണ്ട ഡ്യൂവാൻ വെൽഷ് ഒന്ന് ഞെട്ടി. അത് സാക്ഷാൽ ഡസ്റ്റിൻ റിയാസ് ആണ്. ഡസ്റ്റിൻ, നീ ഇങ്ങനെ പുറത്തിറങ്ങി? എന്താ നീ വിചാരിച്ചു ഞാൻ പുറത്തിറങ്ങില്ലെന്ന്? ഡസ്റ്റിൻ, നീ നടാഷയുടെ സഹായത്താൽ പുറത്തിറങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. നടാഷ ഹാർമൺ സ്ഥലത്തെത്തിയ കാര്യം ഡ്രാക്കോ പറഞ്ഞ് ഡ്യൂവാൻ അറിഞ്ഞിട്ടുണ്ട്. നടാഷ ഏതെങ്കിലും ശൈലിയിൽ ഗാർഡനറെ സ്വാധീനിച്ച് ഡസ്റ്റിനെ പുറത്തിറക്കിയതാവും. ആ ഒരു ധാരണ ഇപ്പോ ഡ്യൂവാന്റെ മനസ്സ് ഉറച്ചു കഴിഞ്ഞു. ഡസ്റ്റിൻ, നീ വലിയ ശക്തനാണെന്ന് ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. നേരത്തെ ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതായത്. അത് മാത്രമല്ല, എന്റെ ശക്തി എന്റെ ആയുധത്തിലാണ്. അത് പറഞ്ഞിട്ട് ഡ്യൂവാൻ വെൽഷ് അയാളുടെ വാള് വലിച്ചെടുത്തു. വാൾ ബൈറ്റാണ് ഡ്യൂവാൻ വെൽഷിന്റെ ശക്തി. വാൾ വലിച്ചെടുത്ത ഡ്യൂവാൻ വെൽഷ് അതുമായി ഡസ്റ്റിന് നേരെ കുതിച്ചു. ശരിക്കും വേഗത്തിൽ ആ വാളുമായി ഡ്യൂവാൻ വെൽഷ് മുന്നോട്ട് കുതിക്കുകയാണ്. മുന്നോട്ട് കുതിച്ച ഡ്യൂവാൻ വെൽഷ് 4ാമത്തെ സ്റ്റെപ്പിൽ ആകാശത്തെ കുതിച്ചുയർന്ന് ഒരൊറ്റ വെട്ട് ആ വാള് കൊണ്ട് ഡസ്റ്റിന് നെഞ്ചു നേരെ ആ വാള് താന്നു വന്നതും ഡസ്റ്റിൻ 2 വിരലുകൊണ്ട് ആ വാളിന്റെ അറ്റത്തുനിന്ന് പിടിച്ചു. ആ വാള് ഡസ്റ്റിന് നെഞ്ച് പിളർക്കുമെന്ന് ഡ്യൂവാൻ വെൽഷ് കരുതിയ ആ നിമിഷത്തിലാണ് ഡസ്റ്റിൻ ആ വാളിന്റെ അറ്റത്ത് പിടിച്ചത്. ആ വാളിന്റെ അറ്റത്ത് ഡസ്റ്റിൻ പിടിക്കുന്നതും ഡസ്റ്റിൻ ആ അറ്റത്തൊന്ന് തിരിക്കുന്നതും ഡ്യൂവാൻ വെൽഷിന് കാണാം. പക്ഷെ അടുത്ത നിമിഷത്തിൽ ഡ്യൂവാൻ വെൽഷ് തെറിച്ച് ചുവരിലിടിച്ച് താഴേക്ക് വീണു. ആ വാളിന്റെ അറ്റത്ത് പിടിച്ച് ഡസ്റ്റിൻ തിരിക്കുമ്പോൾ ഡസ്റ്റിൻ ഒരു പ്രഷർ കൂടി കൊടുക്കുകയായിരുന്നു. തൽഫലമായി ആ വാള് ആയിരക്കണക്കിന് കഷ്ണങ്ങളായി ചിതറി തെറിക്കുമ്പോൾ ആ ഫോഴ്സ് ഡ്യൂവാനെ പുറകോട്ട് തെറിപ്പിച്ചതാണ്. ചുവരിലിടിച്ച് താഴേക്ക് വീണ ഡ്യൂവാന്റെ അടുത്ത് ഡസ്റ്റിൻ എത്തി. ഡസ്റ്റിൻ കാലുയർത്തി ഒരൊറ്റ ചവിട്ടേറ്റ് ഡ്യൂവാൻ ഒന്നുകൂടി ദൂരേക്ക് തെറിച്ചു. അടുത്ത് കണ്ട ചുവരിലിടിച്ച് അയാൾ താഴേക്ക് വീഴുമ്പോൾ ശരിക്കും അവിശ്വസനീയത അയാളുടെ കണ്ണുകളിലുണ്ട്. വായിക്കൂടിയും മൂക്കിലൂടെയൊക്കെ ഇപ്പോൾ ചോര വരികയാണ്. ഡസ്റ്റിൻ നടന്ന് ഡ്യൂവാന്റെ അടുത്തെത്തി.
ഡസ്റ്റിൻ അയാളെ തൂക്കിയെടുത്ത് മുന്നിൽ നിർത്തിയിട്ട് ഡസ്റ്റിൻ അയാളുടെ ഇരു ഷോൾഡറിൽ കൈവച്ചു. അതിനുശേഷം ഡസ്റ്റിൻ രണ്ട് കൈയും ഒരുമിച്ച് താഴേക്ക് താഴ്ത്തു. അടുത്ത നിമിഷമാണ് ഡ്യുവാന് കഥ മനസ്സിലായത്. ഡ്യുവാന്റെ രണ്ട് കൈയും ഇപ്പോ ഡസ്റ്റിന്റെ കയ്യിലിരിക്കുകയാണ്. അയാൾ അക്ഷരാർത്ഥത്തിൽ കൈകളില്ലാത്ത ഒരു വികലാംഗനായി മാറിയിരിക്കുകയാണ്. ആ ചിന്ത അയാളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അയാൾ താഴേക്ക് വീണു. ആ നിമിഷത്തിൽ അയാൾ ഒരു കാഴ്ച കൂടി കണ്ടു. അകത്തേക്ക് ഹണ്ടർ ആൻഡേഴ്സൺ ടീമും വരുന്നത്. താഴേക്ക് വീണ ഡ്യുവാന്റെ പുറത്ത് ഡസ്റ്റിൻ ആ രണ്ട് കൈ ഇട്ടിരിക്കുകയാണ്. ഡ്യുവാന്റെ അടുത്തെത്തിയ ഹണ്ടർ ആൻഡേഴ്സൺ ഡ്യുവാനെ പൊക്കിയെടുത്തു. ഹണ്ടർ ആൻഡേഴ്സൺ കോളറി പിടിച്ച് ഡ്യുവാൻ ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ അയാളുടെ പുറത്തുകൂടി ആ കൈകൾ ഉരുണ്ട് താഴേക്ക് വീണു. ശരിക്കും ദയനീയമായ ഭീതിജനകമായ ഒരു രംഗമാണ്. ഹണ്ടർ ആൻഡേഴ്സൺ ഡ്യുവാനോട് പറഞ്ഞു, നിന്നെ ജയിലിൽ അയക്കാനാണ് തീരുമാനം. ജയിലിലേക്കോ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ശരിക്കും വേദന കൊണ്ട് നുറുങ്ങുമ്പോഴും രണ്ട് കൈകൾ നഷ്ടപ്പെട്ടിട്ടും ഡ്യുവാൻ ആ ചോദ്യം ചോദിച്ചപ്പോ ഹണ്ടർ ആൻഡേഴ്സൺ ഡ്യുവാനോട് പറഞ്ഞു, നിന്നെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കാൻ പോകുന്നത്. അഫ്ഗാനിസ്ഥാനിലേക്കോ? അതെ, അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് സകലരും ഭയപ്പെടുന്ന ജയിലാണ്. ആ ജയിലിനുള്ളിൽ ഒരാളായാൽ പിന്നീട് അയാൾ ഒരിക്കലും പുറലോകം കാണില്ല. അത് ഡ്യുവാൻ വെൽഷിനും അറിയാം. എന്നെ എന്തിനാ അഫ്ഗാനിസ്ഥാൻ അയക്കുന്നത്? നിന്നെ അയച്ചില്ലെങ്കിൽ നിന്റെ വെൽഷ് കുടുംബം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകും. ഡ്യുവാൻ വെൽഷിന്റെ വെൽഷ് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഡ്യുവാൻ വെൽഷിനെ ബലി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് ഹണ്ടർ ആൻഡേഴ്സൺ ഡ്യുവാൻ വെൽഷിനോട് പറഞ്ഞത്. അത് കേട്ടതും കരഞ്ഞുകൊണ്ട് ഡ്യുവാൻ വെൽഷ് ഹണ്ടർ ആൻഡേഴ്സൺ ചോദിച്ചു, ആരാ അങ്ങനെ തീരുമാനിച്ചത്? നിന്റെ അച്ഛനും നിന്റെ മുത്തച്ഛനുമാണ് ആ തീരുമാനമെടുത്തത്. നീ തൊടാൻ പാടില്ലാത്ത ആളെ തൊട്ടത്. അങ്ങനെ ഹണ്ടർ ആൻഡേഴ്സൺ പറഞ്ഞപ്പോ ഡ്യുവാൻ വെൽഷ് ഡസ്റ്റിൻ റിയാസിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. ഇപ്പോ അയാളുടെ കണ്ണുകൾ ഏതാണ് അടഞ്ഞു വരികയാണ്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾ ആരെയെ തൊട്ടത്? ആരായി ഡസ്റ്റിൻ റിയാസ്? കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ എം ലൈഫിൽ നിന്ന് ഡസ്റ്റിൻ റിയാസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.